പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സനു കീച്ചേരിയിലാണ്. പ്രിയ മകൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ പ്രാർത്ഥനയുടെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ പ്രിയ മകൻ സനു കീച്ചേരിയിലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രിയ സനുവിനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ, മാതാപിതാക്കന്മാരെയൊക്കെ ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താമോ? പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സനു കീച്ചേരിയിൽ എന്നാണ്. വയനാടാണ് സ്വദേശം. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ ബിഹാറിൽ നിന്നാണ്. വീട്ടിലെ അമ്മയും അനിയത്തിയും സഹോദരനുമാണ് ഉള്ളത്. ഇതാണ് എൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സനുവിനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായി സമയം വേർതിരിച്ചോളുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ഒരു പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ സാക്ഷ്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്യത്തിലൂടെ തുടങ്ങുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 20-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങള്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അരോമ ടി വിയിലെ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയന്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇങ്ങനൊരു സാക്ഷ്യത്തിന് അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അതിന് കാരണക്കാരനായ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയെ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നു എന്നൊരു ഒരു സാഹചര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ. തീർച്ചയായിട്ടും ഇന്ന് ഇപ്രകാരം സാക്ഷ്യം അറിയുവാൻ നൽകിയ ഒരു വലിയൊരു അവസരത്തിന് ദൈവം മുമ്പാകെ സമർപ്പണത്തോട് കൂടിയിട്ട് ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തുടങ്ങട്ടെ. എൻ്റെ പേര് സനു കീച്ചേരിയിൽ എന്നാണ്. വയനാടാണ് സ്വദേശം. ഇപ്പൊ ഞാനിവിടെ ഒഡീഷ ബൈബിൾ കോളേജ് ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജിൽ ഒരു അധ്യാപകനായിട്ട് പ്രവർത്തിച്ച് വരികയാണ്. കർത്താവിന്റെ കൃപയാൽ പുറകോട്ടുള്ള നാളുകളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് വന്നതോ നിന്നതോ നേടിയതോ ഒന്നും എന്റെ കഴിവല്ല, ദൈവത്തിന്റെ ആ ഒരു പ്രാപ്തി കൊണ്ട് മാത്രമാണ്, ദൈവത്തിന്റെ ആ ഒരു വലിയ ദയ കൊണ്ട് മാത്രമാണ് എന്നെ കേൾക്കുന്ന അരോമ ടി വിയിലെ പ്രേക്ഷകരുടെ മുമ്പാകെ ഇന്ന് ഇവിടെ എനിക്ക് ആയിരിക്കുവാൻ കഴിഞ്ഞത്. ഞാൻ എന്റെ പേര് പറഞ്ഞതുപോലെ തന്നെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ചുള്ളിയോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ വീട്ടില് അമ്മയും അനിയത്തിയും ഒരു സഹോദരനുമാണ് ഉള്ളത്. വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേത്. തുടക്കത്തിലേ തന്നെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഞാൻ എൻ്റെ ജനനത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും അധികം ഓർക്കുകയും ഏറ്റവും അധികം ബഹുമാനിക്കുകയും ചെയ്യുന്നത് എൻ്റെ മാതാവിനെയാണ്. അമ്മയുടെ പേര് സാറാമ്മ എന്നാണ്. താൻ ഇങ്ങനെ പറയുമായിരുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു 2 വർഷം മക്കളില്ലാതെ താൻ കാത്തിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ കുറിച്ച് താൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു, വെള്ളിയാഴ്ചകളിലും ബുധനാഴ്ചകളിലും ആഴ്ചകളിലും 2 ദിവസം എൻ്റെ മാതാവ് ഒരു കുഞ്ഞിനെ കിട്ടുവാൻ വേണ്ടിയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച അനുഭവത്തെ കുറിച്ച് പലപ്പോഴും പറയുന്ന സമയത്ത് ഇന്ന് ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് ഓർക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ ആത്മീക യാത്രയിൽ കൂടെ നിൽക്കുന്ന എൻ്റെ മാതാവിനെ തന്നെയാണ്. പലപ്പോഴും മാതാപിതാക്കൾക്ക് സ്ഥാനമില്ലാത്ത ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. എൻ്റെ അമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒത്തിരി സന്തോഷമുണ്ട്. ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രമാത്രം ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ രൂപീകരിക്കുന്നതിന് കാരണമായി എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുവാൻ പ്രിയ പ്രേക്ഷകരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ അനുഗ്രഹമായ ഒരു കുടുംബത്തിലൂടെ കടന്നു വന്ന ഒരു പശ്ചാത്തലത്തില് അന്ന് പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. ചാച്ചനും അമ്മയും ഞാനും അനിയത്തിയും സഹോദരനും ആ ഒരു രീതിയിൽ വരുന്ന ആ ഒരു സമയത്ത് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലൂടെ ആയിരുന്നു ഞങ്ങൾ ആദ്യം കടന്ന് വന്നിരുന്നത്. ഞാൻ 2ാമത്തെ ആളാണ്. മൂത്തയാളാണ് സഹോദരൻ, ഇളയാള് അനിയത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു വന്ന ആ ഒരു കുടുംബ ജീവിതത്തില്
ചാച്ചൻ ഒരു ഓർത്തഡോക്സ് ഭക്തനായതുകൊണ്ടും പള്ളിയിലെ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സജീവ അംഗമായിരുന്നത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ആ ഒരു കാലഘട്ടത്തിൽ ചാച്ചന് ഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ ഒരു ജീവനായിരുന്നു. പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് 6 സഹോദരങ്ങളാണുള്ളത്. അതില് രണ്ടാമത്തെ ആളാണ് അമ്മ. അവരിൽ പല ആളുകളും വിശ്വാസത്തിലായതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് തന്നെ, അല്ലെങ്കിൽ അമ്മയുടെ ഒരു പ്രത്യേക സമയം തൊട്ട് തന്നെ സത്യവേദ പുസ്തകം വായിക്കുന്നതിൽ അമ്മ വളരെ അതിനൊരു വല്ലാതൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലൂടെ പ്രിയ മാതാവ് കടന്നു വന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഓർത്തഡോക്സിലെ പല കാര്യങ്ങളോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും എന്റെ അനിയത്തിയൊക്കെ പള്ളിയിൽ പണ്ട് പോയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഓർക്കുവാണ്, പള്ളിയിൽ പോയി കഴിഞ്ഞതിന് ശേഷമായിട്ട് ചാച്ചനൊരു പൊറോട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരും. അപ്പൊ ആദ്യത്തെ തുടക്കം അങ്ങനെയാണ്. പള്ളിയിൽ പോകാനുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഒരു പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഞായറാഴ്ച കഴിക്കണം എന്നൊരു താല്പര്യമായിരുന്നു. പക്ഷെ പള്ളിയിൽ പോകുന്നതിന്റെ ഒരു പ്രാധാന്യമോ കർത്താവായ യേശുക്രിസ്തു ആരാണോ എന്നൊരു ബോധ്യം അന്നത്തെ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയാണ്, അമ്മയുടെ അനിയത്തിമാരിൽ ചില പ്രിയമുള്ള ഒരു വിശ്വാസത്തിലാണ്. അവിടെയുള്ള ചില പ്രിയമുള്ളവരുടെ കൂടെ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് ഇങ്ങനെ കടന്നു പോയതിനു ശേഷമായിട്ട് ഞാൻ വീട്ടിലോട്ട് മടങ്ങി വന്നതിന് ശേഷമായിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞതുപോലെ ചിത്രങ്ങളൊന്നുമില്ലാത്ത പള്ളിയിൽ ഞാൻ പോയി. ഇത് കേൾക്കുന്ന എന്റെ പിതാവ് എന്നോട് ചോദിച്ചു, നീ എവിടെയാ പോയത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആരാധിക്കുന്ന ചിത്രങ്ങളൊന്നുമില്ലാത്ത ആ ഒരു ദേവാലയത്തിലോട്ടാണ് കടന്നു പോയത്. ആ സമയത്ത് എന്റെ പിതാവ് ഇങ്ങനെ പറയാനിടയായി തീർന്നു, നിനക്ക് എന്ന് വേണമെങ്കിലും നിന്റെ അമ്മയുടെ വീട്ടിലോട്ട് പോകാം, പക്ഷേ ശനിയാഴ്ചയും ഞായറാഴ്ചയും നീ വീട്ടിൽ തന്നെ ഉണ്ടാകണം. ആ സമയത്ത് എന്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത കടന്നു വന്നു, എന്തുകൊണ്ടായിരിക്കും എന്റെ പിതാവ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന കുടുംബജീവിതത്തില് ഒരു ടേണിംഗ് പോയിന്റിലോട്ട് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് 2008 2008 നവംബർ മാസം 9-ാം തീയതി എന്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യം. അന്ന് ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച ഒരു പ്രത്യേക മേഖല, ഒറ്റപ്പെട്ടു പോയ ഒരു പ്രത്യേക സാഹചര്യം. അതുവരെ പുറത്തൊന്നും പോകാതിരുന്ന, എന്നും വൈകുന്നേരം ചാച്ചൻ വരുന്ന സമയത്ത് ചാച്ചൻ കൊണ്ടുവരുന്ന സ്നാക്സ് കഴിക്കാൻ വേണ്ടി കാത്തിരുന്ന ആ ഒരു ചെറുപ്പക്കാരനായ ആ ഒരു 8 വയസ്സുകാരനാണ് ആ ഒരു കാര്യം അംഗീകരിക്കുന്നതിനും അപ്പുറമായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസികമായിട്ടുള്ള വല്ലാത്ത ഒരു വെല്ലുവിളിയായിട്ട് അവന്റെ പിതാവിന്റെ മരണം മാറുകയാണ്. എല്ലാത്തിനും ചാച്ചന്റെ കൂടെ നടന്ന, എല്ലാത്തിനും ചാച്ചനോടൊപ്പം ഉണ്ടായിരുന്ന, പെട്ടെന്ന് മരണം കടന്നു വന്ന സമയത്ത് അത് വലിയൊരു ആഘാതമായിട്ട് മാറുകയായിരുന്നു. ആ സമയത്ത് എന്റെ മാതാവിനെ കുറിച്ചുള്ള ചിന്ത എന്റെ മുന്നിലുണ്ട്. കൺമുൻപിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാഴ്ചക്കാലം ചാച്ചൻ ഹോസ്പിറ്റലിൽ കിടന്ന രംഗം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. മരിക്കുന്ന ആ ഒരു ദിവസം, അന്ന് ചാച്ചനെ കണ്ടതിന് ശേഷമായിട്ട് രാത്രി സുഖകരമായി കിടന്നുറങ്ങുന്ന ഒരു സമയം, അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് ഞങ്ങൾ അന്ന് നിൽക്കുന്നത്. ആ സമയത്ത് വളരെ രാത്രി ആയിരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവർ വിളിച്ചു, നമുക്കൊന്ന് വീട് വരെ പോകണമെന്ന് പറഞ്ഞു. വീട്ടിലെത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തത്തിലോട്ടാണ് ഞങ്ങൾ അന്ന് കടന്ന് ചെല്ലുന്നത്. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് മൊത്തം ലൈറ്റുകളൊക്കെ ഉണ്ട്, വീട്ടിലോട്ടുള്ള വഴി സൗകര്യങ്ങളൊന്നുമില്ല, വഴിയൊക്കെ ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്, ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ട്. ചെന്ന് കാണുന്ന സമയത്ത് 8 വയസ്സുകാരനായ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ കാണുന്നത് എന്റെ പിതാവിന്റെ ജീവനില്ലാത്ത മൃതശരീരമാണ്. അതിനടുത്തിരുന്നു കൊണ്ട് എന്റെ മാതാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ സഹോദരങ്ങൾ, നാട്ടുകാർ, കൂട്ടുകാർ, എല്ലാ പ്രിയമുള്ളവരും അടുത്ത് ഇരുന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയം. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ പകച്ചുപോയ ഒരു പ്രത്യേക സമയമാണ്. കാരണം പല മരണങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഒരു മരണം അത് വളരെ വേദനിപ്പിക്കുന്നതും വളരെ ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു അനുഭവമായിരുന്നു. ആ സമയത്ത് ചാച്ചന്റെ മരണസമയത്ത് അമ്മയുടെ മനസ്സിലൂടെ ഒരു ചിന്ത ഇങ്ങനെ കടന്നു വന്നു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, ഒരു കടുകുമണി വാങ്ങാൻ പോലും അമ്മ പുറത്തു പോയിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അമ്മ പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യ പലരെയും ചെയ്യുന്ന സമയത്ത് അത് ചെയ്യരുത് എന്ന് ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിരുന്ന ഞങ്ങള്, അങ്ങനെ ആ ഒരു രീതിയിൽ പലരെയും പ്രേരിപ്പിച്ചിരുന്ന ഞങ്ങള്, ആ സമയത്ത് എന്റെ മാതാവ് എന്നോടും എന്റെ അനിയത്തിയോടും ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ആത്മഹത്യയാണ് ഇനി നമ്മുടെ മുന്നിലുള്ള വഴി. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അമ്മയുടെ മനസ്സിൽ വന്നൊരു ചോദ്യം എങ്ങനെയായിരുന്നു, ഒരു ഞായറാഴ്ച പോലും പള്ളി മുടക്കാതെ പള്ളിയിൽ പോയിരുന്ന എന്റെ ചാച്ചൻ, അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ പള്ളിയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ പോലും വന്നില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയത്?
അന്ന് വളരെ വേദനയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അനിയത്തിയുടെ കാര്യങ്ങള്, അമ്മയുടെ കാര്യങ്ങള്, അന്ന് എങ്ങനെ തീരുമാനം എടുക്കണേന്ന് ഒന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുക. പക്ഷെ ആ ഒരു സമയത്തില് പ്രിയ മാതാവ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ആത്മഹത്യയാണ് നല്ലത്. പക്ഷെ ആ സമയത്ത് ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മയ്ക്കൊരു അവസരം കിട്ടുന്നില്ല. അവർക്കറിയാം ഞങ്ങൾ അവിടെ നിന്ന് മാറിയാൽ അടുത്ത നിമിഷം അടുത്തൊരു മരണം ഇവിടെ സംഭവിക്കും. ആ ഒരു വേദന ഉള്ളത് കൊണ്ട് തന്നെ, ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയമുള്ളവര് അടുത്ത് വന്ന് ഞങ്ങളെ ചേർത്ത് ആശ്വസിപ്പിച്ചു. ആ സമയത്ത് പതിയെ പതിയെ അമ്മയുടെ സഹോദരിമാര് ഞങ്ങളുടെ പ്രിയമുള്ളവര് ദൈവത്തെ കുറിച്ച് പറയുവാൻ തുടങ്ങി. അമ്മയുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞങ്ങൾ അനാഥരായത്, ഞങ്ങൾ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത്? അവിടെ നിന്ന് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നടത്തിയ ദൈവത്തിന് നന്ദി എന്നല്ലാതെ പറയുവാനൊന്നുമില്ല. ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി കാത്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരുടെ മുമ്പാകെ ജീവനുള്ള ഒരു സാക്ഷിയായിട്ട് ദൈവം എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ഈ സാക്ഷ്യഭാഗങ്ങള് നിങ്ങളെ ക്രിസ്തുവിലോട്ട് നയിക്കുന്നതായിട്ട് മാറട്ടെ. പ്രിയമുള്ളവരെ, ആ ഒരു സാഹചര്യം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ യാദൃച്ഛികമായിട്ട് അമ്മയുടെ മൂത്ത സഹോദരിയുടെ മകൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എന്റെ ആത്മീക ജീവിതത്തില് ഒരു ഗുരുവിന് തുല്യമായി കാണുന്ന പാസ്റ്റർ മെജോഷ് മത്തായി, ഞാൻ അദ്ദേഹത്തെ വാത്സല്യത്തോടെ ചേട്ടായി എന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹം വീട്ടിൽ വന്ന് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ആന്റി, ഒരു കാര്യം ചെയ്യണം, ഇവിടെ ചുള്ളിയോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചർച്ചുണ്ട്, വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ചർച്ച്. ഞാൻ അവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മയുടെ മറ്റനീതിമാരും ഇതേ കാര്യം തന്നെ പറഞ്ഞ സമയത്ത് താല്പര്യമില്ലാത്ത അനുഭവത്തിലൂടെ ഞങ്ങളിങ്ങനെ കടന്നുപോയി ആ പള്ളിയിൽ ഇരിക്കുകയാണ്. അതിനു മുമ്പ് പലപ്പോഴും പല പ്രിയമുള്ളവരുടെ പള്ളികളിലും പോയി ഇരുന്നിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. ഞങ്ങളെ അറിയാത്ത ഒരു പാസ്റ്റർ വചനത്തിലൂടെ വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: ആത്മഹത്യ ചെയ്യണമെന്ന ഒരു ചിന്തയോട് കൂടിയിട്ട് ചില പ്രിയമുള്ളവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ നോക്കി ദൈവാത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു: ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അന്ന് എന്റെ വാത്സല്യ മാതാവ് ഒരു തീരുമാനമെടുത്തു. ജീവിതത്തിൽ എത്ര വലിയ ഒറ്റപ്പെടലുകൾ വന്നാലും, ജീവിതത്തിൽ എത്ര വലിയ തകർച്ചകൾ വന്നാലും ഞാനും എന്റെ കുഞ്ഞും ആത്മഹത്യ ചെയ്യത്തില്ല, ഞങ്ങൾ മുന്നോട്ട് പോകും. ആ ഒരു ധൈര്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് ഇവിടേക്ക് എന്നെ നയിച്ചത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം, എന്റെ മാതാവിന്റെ ആ ഒരു സാക്രിഫൈസ്, ആ ഒരു കാര്യം ഇനി കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്നൊരു ചിന്തയോട് കൂടിയിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന പ്രത്യേക സമയം, ആ സമയമാണ് ജീവിതത്തിലെ തിരിച്ചറിവുകളുടെ സമയമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സഹോദരി, ഞങ്ങളൊരു കുടുംബം പോലെയാണ്. കഴിഞ്ഞ ദിവസം താൻ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മറ്റാർക്കും അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഈ സമയത്ത് ഞങ്ങൾക്ക് അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിത ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ ഇന്ന് പകൽക്കാലം കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കി ദൈവാത്മാവില ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തില് വിളിച്ചു പറയട്ടെ: ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന സമയം തൊട്ടിട്ട് താങ്കളുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കുവാനിടയായിത്തീരും. ഇന്ന് ഈ മനുഷ്യന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയണമെങ്കിൽ അത് അനുഭവിച്ചറിയാതെ പറയുവാൻ സാധിക്കുകയില്ല. തേനിലും മാധുര്യമേറിയ ദൈവത്തിന്റെ ശബ്ദം, തേനിലും മാധുരമാറിയ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് വിളിച്ചു പറയട്ടെ: മരണത്തിന് നമ്മെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് ആ സ്നേഹത്തിന് നമ്മെ മാറ്റുവാൻ സാധിക്കും. നാം ഉയർത്തിപ്പിടിക്കുന്ന ഈ സത്യ വേദപുസ്തകം, അതിനെ ചലിപ്പിക്കുവാനും അനേകരുടെ ജീവിതത്തിലോട്ട് നയിപ്പിക്കുവാനും സാധിക്കും. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ വരുന്ന ആ ഒരു സാഹചര്യം, ആ സമയത്ത് പുതിയ ഒരു ബന്ധങ്ങൾ ഞങ്ങൾക്ക് കിട്ടുകയാണ്, പുതിയൊരു ആത്മീക പശ്ചാത്തലം ഞങ്ങൾക്ക് കിട്ടുകയാണ്. അതുവരെ ഫോട്ടോയുടെ മുമ്പിൽ കുമ്പിട്ടിരുന്ന ഞങ്ങള് ജീവിതത്തിൽ ആദ്യമായിട്ട് ഫോട്ടോ ഇല്ലാതെ ഇരുന്ന ഒരു ചർച്ചിലോട്ട് കടന്നു പോകുകയാണ്. എത്ര മനോഹരമായ രംഗമാണ്. പണ്ട് ഞാൻ ഓർക്കുകയാ, ചാച്ചനോട് അന്ന് പറഞ്ഞ ആ ഒരു കാര്യം. അന്ന് ഫോട്ടോ ഇല്ലാത്ത ആ ഒരു ചർച്ചിൽ ഞാൻ പോയ സമയത്ത് എന്റെ പിതാവ് പറഞ്ഞൊരു കാര്യം: ഇനി മേലാൽ അവിടെ പോകരുത്.
ആ സമയത്ത് നിന്ന് അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിലോട്ട് 2008 നവംബർ 9 എന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷമായിട്ട് 2009 ഫെബ്രുവരി 24 കർത്താവിനെ ഞങ്ങളെ രക്ഷിതാവായി സ്വീകരിച്ച് മുന്നോട്ട് വരുന്ന ആ സമയം തൊട്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളുടെ ചെറിയ തുടക്കങ്ങളായിരുന്നു. വിശ്വാസത്തിൽ വന്നതുകൊണ്ട് തന്നെ ചാച്ചന്റെ സഹോദരങ്ങള് വളരെ എതിർപ്പായിരുന്നു. കാരണം ചാച്ചൻ മരിച്ച് 40 കഴിയുന്നതിന് മുമ്പാണ് വിശ്വാസത്തിലൂടെ ഞങ്ങൾ വരുന്നത്. ആ സമയത്ത് അവര് പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇനി സാറാമ്മയും കുടുംബവും ഒക്കെ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് ഞങ്ങളെടുത്ത തീരുമാനത്തിൽ ഇന്ന് പുറകോട്ട് നോക്കുന്ന സമയത്ത് വീണ് പോയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇന്ന് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള സാക്ഷിയായിട്ട് ദൈവം ഞങ്ങളെ നിർത്തുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടെ വിളിച്ചു പറയട്ടെ, സുവിശേഷം അത് സവിശേഷമാണ്, അത് വിശേഷമാണ്, അത് രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ പുതിയ ബന്ധങ്ങൾ കിട്ടുന്നത്. എനിക്കൊരു ആത്മീക മാതാവിനെയും പിതാവിനെയും കിട്ടുന്നത് അവിടെ വെച്ചാണ്. ഞാൻ ഏറെ സ്നേഹത്തോടെ പാസ്റ്റർ അച്ഛൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്, പാസ്റ്റർ ജോസ് സാമുവേൽ. അമ്മാമ എന്ന് ഞാൻ വളരെ സ്നേഹത്തോട് വിളിക്കുന്ന പാസ്റ്റർ അമ്മാമ മറിയാമ്മ ജോസ്. പ്രിയമുള്ളവർ, എന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന സമയത്ത് അത് വലിയൊരു ടേണിംഗ് പോയിന്റാണ്. കാരണം അന്ന് വരെ എന്റെ ജീവിതാനുഭവത്തിൽ ഒരു കാര്യം എങ്ങനെയായിരുന്നു, പണ്ട് ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് ഉള്ള സമയത്ത് എല്ലാവരുടെയും ഒരു ബലിയാടായിരുന്നു ഞാൻ. പോകുന്നവരൊക്കെ വന്ന് ചുമ്മാ തല്ലുന്ന ഒരു അനുഭവമായിരുന്നു. അന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ചാച്ചനും അമ്മയും ചേർത്ത് പിടിച്ചു പറയും, സാരമില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാം മാറും. എനിക്കറിയത്തില്ല എന്തിനാണ് ആളുകളെ തല്ലുന്നത്. പലരുടെയും ഒരു കലിപ്പ് തീർപ്പാനുള്ള ഒരു വേദിയായിരുന്നു നമ്മള്. പക്ഷെ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാല് പഠിക്കാൻ കുറച്ച് മോശമാണെങ്കിലും ടീച്ചർമാരോട് സംശയം ചോദിക്കുന്ന കാര്യത്തില് നല്ലൊരു മുന്നേറ്റമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ടീച്ചർമാർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഇവൻ നന്നായിട്ട് സംശയമൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ 2-ൽ നിന്ന് 3-ലോട്ട് പാസ്സാകുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. പ്രിയമുള്ളവരെ, ആ സാഹചര്യത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്തോട് നോക്കുന്ന സമയത്ത്, നടത്തിയ വിധങ്ങളെ ഓർത്തിടുന്ന സമയത്ത് നന്ദി എന്നല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചിടുവാൻ വാക്കുകളില്ലാത്ത അനുഭവത്തിലൂടെ ഇന്ന് കടന്നു പോകുന്ന സമയത്ത് അങ്ങനെ ചർച്ചിലോട്ട് വന്ന ആ ഒരു സമയം, അങ്ങനെ പാസ്സാകില്ല എന്നൊക്കെ വിചാരിച്ച ആ ഒരു ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഒരു 8-ാം ക്ലാസ് വരെ തട്ടിയും മുട്ടിയൊക്കെ പാസ്സായി പോയി. അന്ന് ഗവൺമെന്റ് സൗജന്യമായിട്ട് എല്ലാവരെയും അങ്ങ് പാസ്സാക്കി വിടുന്ന സ്കീം ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. അന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ 8-ാം ക്ലാസ് ഇങ്ങനെ പാസ്സായിട്ട് വരുന്ന ഒരു രംഗം. പഠിക്കുന്നുണ്ട്, എക്സാമിന് വേണ്ടി പലപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒന്നും മനസ്സിലാകാത്ത ഒരു അനുഭവം. ആ സമയത്ത് ഞാൻ എൻ്റെ അധ്യാപകരോട്, ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരെയാണ്. ജൂലി ആന്റി എന്നും വിനു ആന്റി എന്നും ഞാൻ സ്നേഹത്തോട് വിളിക്കുന്ന എൻ്റെ 2 അധ്യാപകര്. ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവരെ ഓർക്കുകയാണ്. അവരെ പഠിപ്പിച്ചു തന്ന സൺഡേ സ്കൂളിലെ ബാലപാഠങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അവരന്ന് എന്നോട് സംസാരിച്ചത്. എത്ര നല്ല രീതിയിലാണ് അവരെന്നെ ആത്മീക മുന്നോട്ടത്തിലോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചത്. വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയുന്ന ആ ചർച്ച് ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചായിട്ട് മാറിയിരിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആ സമയത്ത് ആ പ്രിയമുള്ളവരുടെ സഹകരണം, ആദ്യമായിട്ട് ചർച്ചിലോട്ട് വന്ന സമയത്ത് അപ്പനില്ലാത്ത ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ അവിടെ കടന്നിരുന്നത്. പക്ഷെ എനിക്ക് അവിടെ ചെന്ന സമയത്ത് ഒത്തിരി അച്ചാച്ചന്മാരെയും ഒത്തിരി ആന്റിമാരെയും ഒത്തിരി അങ്കിളുമാരെയും എനിക്ക് കിട്ടുവാനിടയായി തീർന്നു. എന്റെ കൂടെ നിൽക്കുന്ന, എന്നെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് ഏത് കാര്യങ്ങളും ചെയ്യുന്ന നല്ല ചില പ്രിയമുള്ളവർ. ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ കിട്ടാത്ത ഒരു അനുഭവം. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിലും സാരമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് നയിച്ച എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ഓർക്കുന്ന സമയത്ത് അഭിമാനമുണ്ട്. അന്ന് കരം പിടിച്ച് എന്നെ മുന്നോട്ട് നയിച്ചതിന്, അന്ന് ചേർത്ത് പിടിച്ച് എന്നെ ആശ്വസിപ്പിച്ചതിന്, വീണു പോകാമായിരുന്ന സാഹചര്യത്തിലും ഇന്ന് പല ചർച്ചകൾക്കകത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ ചർച്ചിനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. വീഴ്ത്തിക്കളയാതെ വണ്ണം തലോടിയതിന്, വാത്സല്യത്തോടു കൂടി സ്നേഹിപ്പിച്ചതിന് അവരോട് ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 8-ാം ക്ലാസ്സിലോട്ട് വരുന്ന ഒരു പ്രത്യേക അനുഭവം. തട്ടിയും മുട്ടിയൊക്കെ പാസ്സായ 8-ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. അടുത്തത് 9-ഉം 10ഉം ആണ്. കേരളത്തിൽ ഒരു സ്കീം ഉണ്ടായിരുന്നു, 8 വരെ ഫ്രീ ആയിട്ട് പാസ് ചെയ്ത് വിടും, 9ഉം 10ഉം പഠിച്ചെഴുതിയാലേ പാസ്സാകത്തുള്ളൂ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യം പൂർത്തീകരിക്കുക? ഒന്നും പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത്
ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ പഠിക്കുന്നുണ്ട്, പക്ഷെ എന്തോ അവന് ഒന്നും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ആന്റി എനിക്ക് പറഞ്ഞു തന്ന 2 വാക്യങ്ങള് ഇന്ന് എന്നെ ഇവിടെ ഇരുത്തുന്നതും എന്നെ എവിടെ പോയാലും ഞാൻ പറയുന്ന ആ ഒരു 2 വാക്യങ്ങള് ആന്റി എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. 8ാം ക്ലാസ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു. ഒരു 10ാം ക്ലാസ് ഒക്കെ ആയ സമയത്ത് ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നീ പഠിക്കുന്നതിന് മുമ്പ് 2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, നീ അത് വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ആ 2 വാക്യങ്ങൾ ഇതാ: സങ്കീർത്തനം 111:11, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2ാമത്തെ വാക്യമാണ്. യാക്കോബ് 1:5, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ വാക്യം എഴുതി വെച്ച് പഠിക്കാൻ തുടങ്ങി. ആ ബുക്കിലെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവിതം മാറുകയാ പിന്നീട്. അന്ന് 2ാം ക്ലാസ്സിൽ നിന്ന് 3-ലോട്ട് പാസ്സാകുമോ എന്ന് ചോദിച്ച ടീച്ചർമാരുടെ മുന്നിൽ 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു എക്സാം വരുന്ന സമയത്ത് 10ാം ക്ലാസ്സിന്റെ ഈ ഒരു ടേണിംഗ് പോയിന്റിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത്. 10ാം ക്ലാസ് എക്സാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി, കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് നോക്കുന്ന ഒരു സമയം, ഞാനും കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ റിസൾട്ട് നോക്കുക, നമ്മുടെ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നോക്കുക. ആ സമയം ഞാൻ ഇപ്പോൾ ഓർക്കുക, അന്ന് റിസൾട്ട് നോക്കിയ സമയത്ത് ആദ്യം എൻ്റെ കൂട്ടുകാരുടെ റിസൾട്ടാണ് നോക്കിയത്. അവർക്ക് 6 A+, 7 A+ ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഞാനും ഏകദേശം അവരുടെ ഒരു ലെവലിലൊക്കെ ഉണ്ടാകും. റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് 3 A+ ഉള്ളൂ. ആ സമയത്ത് ഞാനിങ്ങനെ വീട്ടിലോട് ഇങ്ങനെ കടന്നു പോവുക. ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, കമ്പയർ ചെയ്യണ്ട. എൻ്റെ അമ്മ ഇന്നും എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, കമ്പയർ ചെയ്യരുത്. ഇത് നിന്റെ ജീവിതമാണ്, ഇതൊരു തുടക്കമാണ്. നീ ജയിക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നിനക്ക് അത്രയും മാർക്ക് നൽകി നിന്നെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടാകും. പക്ഷെ ഈ സമയത്ത് എന്റെ മനസ്സിലൊരു വാശി വന്നു. കാരണം കളിച്ചു നടന്നവര്, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകള്, അവർക്ക് നല്ല മാർക്ക് കിട്ടി. ആ സമയത്ത് എന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റിലൂടെ കർത്താവിന്റെ ഒരു പ്രവേശനമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, 10ാം ക്ലാസ് ഫുൾ A+ഓടെ നല്ല രീതിയിൽ ഫ്ലെക്സ് അടിച്ച് എന്റെ നാട്ടുകാർ അറിയുന്ന രീതിയിൽ അന്ന് ഞാൻ വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ മുമ്പാകെ ഇതുപോലെ ഇരിക്കത്തില്ലായിരുന്നു. പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ്? ഫ്ലെക്സിൽ ഇന്ന് പലരുടെ പേര് വരാൻ പലരും ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിലാണ്. അന്ന് ഫ്ലെക്സിലൊന്നും പേര് വന്നില്ല. തട്ടിയും മുട്ടിയും ആ സാധാരണക്കാരൻ, ഞാൻ ഇങ്ങനെ പറയുക, ആ പൊട്ടനായ മനുഷ്യൻ, അവൻ പാസ്സായി കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ലക്ഷ്യം, ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇനി തല കുണിക്കാൻ പറ്റത്തില്ല. കർത്താവെ, ഇനി എന്താകണം? മുന്നോട്ട് പോകണമെങ്കിൽ ആഗ്രഹമുണ്ട്. അപ്പൊ ചെറുപ്പം തൊട്ട് ഞാൻ എൻ്റെ ഒരു വിഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ചെറുപ്പം തൊട്ട് പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് തന്നെ, ഒരു 8 വയസ്സുള്ള സമയത്ത് ഞാൻ ആദ്യമായിട്ട് ചർച്ചിലോട്ട് ചെല്ലുന്നത്. ഒരു 10 വയസ്സുള്ള സമയം തൊട്ട് തന്നെ എനിക്ക് ചർച്ചിൽ ചെറിയ ചെറിയ രീതിയിൽ അവസരങ്ങൾ തരാൻ തുടങ്ങി. എനിക്ക് ചെറിയ രീതിയിൽ അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി. എൻ്റെ ചർച്ച് എന്നെ നന്നായിട്ട് പഠിപ്പിക്കുവാൻ തുടങ്ങി. ആ ഒരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അവര് ഓരോ സങ്കീർത്തനത്തിനും വാക്യങ്ങൾക്കൊക്കെയാണ് എനിക്ക് അവസരങ്ങൾ തരുക. ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു പ്രസംഗ മത്സരത്തെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. വയനാട് ജില്ലയില് മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന് ഒരു പ്രസംഗ മത്സരത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയി. പ്രസംഗ വിഷയം 2 തിമോത്തിയോസാണ്. ഞാൻ പഠിച്ചു പോയത് 1 തിമോത്തിയോസ്. അവിടെ ചെന്ന തകൃതിയായ മെസ്സേജ് പറയുന്ന സമയത്ത് കാലിങ്ങനെ കൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാല് കൂട്ടി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവെ, ഈ ബോഷനായി മനുഷ്യനെ എന്തുവാ പറയാൻ പറ്റുക? ആളുകളുടെ ഇടയിലൂടെ എന്നിട്ട് തല കുണിച്ച് ഞാനിങ്ങനെ ഇറങ്ങി ഓടി വരുന്ന രംഗം ഇപ്പോഴും മനസ്സിൽ ഞാനിങ്ങനെ ഓർക്കുകയാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന സമയത്ത് അതൊരു തുടക്കമായിരുന്നു. അവസരങ്ങൾ ചർച്ച് നൽകിയത് കൊണ്ട് ചർച്ചിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു ആന്റിയുണ്ട്, പേര് ലീലാമ്മ എന്നാണ്. ആന്റി അന്നേ എന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കുട്ടി പാസ്റ്ററാണ്. അതെന്റെ മനസ്സിൽ ഭയങ്കര ക്യാച്ചീവായിട്ട് കയറി. എന്നെ സംഭവം എന്ന് വെച്ചാൽ, ചെറുപ്പം തൊട്ട് എൻ്റെ ഒരു ആഗ്രഹം, ചാച്ചനുണ്ടായിരുന്ന സമയത്ത് ആഗ്രഹം ആദ്യം പോലീസ് ആകാനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അച്ഛനാകാനായിരുന്നു. കാരണം എന്താ വെച്ചാൽ, അച്ഛന്മാർക്ക് അന്ന് സമൂഹത്തിന് നല്ല റെസ്പെക്ട് ഉണ്ട്, നല്ല വിലയുണ്ട്, അവർക്ക് നല്ല ശാപ്പാടും കിട്ടും. എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ അന്ന് അമൃത്സരം ആ ഒരു സമയത്ത് വിശ്വാസ ജീവിതത്തിലൂടെ കാലെടുക്കുന്ന സമയത്ത് ഈ ഒരു വാചകങ്ങൾ എന്റെ മനസ്സിലോട്ട് മുഴങ്ങി കേട്ടത്, നീ ഒരു അച്ഛനാകുവാനോ നീ ഒരു പോലീസ് ആകുവാനോ വേണ്ടിയിട്ടല്ല, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട്, കർത്താവിന് വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൽ നിൽക്കേണ്ട ഒരു മനുഷ്യനായിട്ട് മാറുവാൻ വേണ്ടിയിട്ടാണ് നീ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയതെന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വിളിച്ചു പറയുന്ന സമയത്ത് അഭിമാനത്തോടെ പറയട്ടെ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വരുന്ന ആ ഒരു രംഗം, അങ്ങനെ പുതിയ പുതിയ അവസരങ്ങൾ ചർച്ചിൽ നൽകുന്നു, പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ നമുക്ക് കിട്ടുന്നു.
ഇങ്ങനെയെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ബൈബിൾ കോളേജിൽ പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ പറയുക, പണ്ട് ഒരു ചിന്താഗതിയുണ്ട്, ബൈബിൾ കോളേജിൽ പോകുന്ന ആളുകൾ 10ാം ക്ലാസ് ജയിച്ച ആളുകളും +2 തോറ്റ ആളുകളുമാണ് ബൈബിൾ കോളേജിൽ പോകുന്നത്. കർത്താവ് എന്നെ ബൈബിൾ കോളേജിൽ അയക്കുവാണെങ്കിൽ ആ സിസ്റ്റം എനിക്ക് മാറ്റണം. ഞാൻ ആ ദൈവത്തിന് മുമ്പിൽ ഒരു ചലഞ്ച് ചോദിച്ചു, എന്നെ നല്ല വിദ്യാഭ്യാസം എനിക്ക് തരാൻ അങ്ങ് പ്രാപ്തനാണെങ്കിൽ നല്ല വിദ്യാഭ്യാസത്തോടു കൂടിയിട്ട് ഞാൻ എന്താ ബൈബിൾ കോളേജിൽ പോകും. അന്ന് 10ാം ക്ലാസ്സിലെ മാർക്കില്ല, വീക്കായിട്ട് നിൽക്കുക. അഡ്മിഷന് കാര്യങ്ങളെല്ലാം കൊടുത്തു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് എന്ത് കിട്ടി? അഡ്മിഷൻ കിട്ടി. കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടിയ ആ സമയത്ത് എന്റെ മനസ്സിലൊന്ന് ചിന്ത ഇങ്ങനെയായിരുന്നു, എല്ലാവരും വേറെ വേറെ സ്കൂളിലോട്ട് പോകുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ നിന്നൊന്ന് മാറണം. പക്ഷെ അത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അവിടെയായിരുന്നു ദൈവം എന്നെ പണിയുന്ന സമയങ്ങള്, അവിടെയായിരുന്നു ദൈവം എന്നെ ഒരുക്കുന്ന സമയങ്ങള്. കാരണം എല്ലാവരും വളരെ വില കാണാതിരുന്ന ഒരു സ്കൂള്, അവിടെ എന്നിലൂടെ ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള തുടക്കമായിരുന്നു ദൈവത്തിന് അത്. എന്താന്ന് വെച്ചാൽ പഠിക്കാൻ കഴിവില്ലാതെ മാർക്ക് കുറഞ്ഞ ഞാൻ അങ്ങനെ കൊമേഴ്സിന് അവിടെ പോയി ചേർന്ന സമയത്ത് പിന്നീട് നടന്നത് എന്റെ ജീവിതത്തില് ആ പൊട്ടനായ മനുഷ്യന്റെ ചരിത്രത്തിലോട്ട് ദൈവം നയിക്കുന്ന അനുഭവങ്ങളായിരുന്നു. അങ്ങനെ ഓരോ രംഗങ്ങൾ കഴിഞ്ഞു വരിക. അവിടെ കോളേജിൽ സ്കൂളിൽ വെച്ചിട്ട് പുതിയ പുതിയ അവസരങ്ങൾ ദൈവം തരിക. അങ്ങനെ നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന ഒരു സംഘടന, അതിന്റെ ഒരു ലീഡറായിട്ട് ഒരു ചെറുപ്പക്കാരനായ ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തിനെ തെരഞ്ഞെടുത്തു. അദ്ദേഹം ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാത്തൊരു സാഹചര്യം വന്ന സമയത്ത് യാതൊരു കഴിവുമില്ലാത്ത എന്നെ നോക്കി ടീച്ചർമാർ പറഞ്ഞു, നീയാണ് ഇനി ലീഡർ. അതുവരെ യാതൊരു അംഗീകാരവുമില്ല, ആരുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ല, അതിനു മുമ്പ് ആരുടെ മുന്നിലും അങ്ങനെ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ട്രെയിനിങ്, അത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയാൽ എനിക്കത് കിട്ടത്തില്ലായിരുന്നു. ദൈവം എന്നെ ഒരുക്കുന്ന വിധങ്ങളെ ഓർക്കുന്ന സമയത്ത്, ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത്, ദൈവം നടത്തുന്ന ആ വഴി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങള് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ലീഡർഷിപ്പ് എന്നെ മാറ്റുകയാണ്. ടീച്ചർമാരുമായിട്ട് നല്ലൊരു ബന്ധത്തിലോട്ട് വരുന്നു, ടീച്ചർമാര് നല്ല രീതിയിൽ കൂടെ നിൽക്കുന്നു. അങ്ങനെ +1 എക്സാം കഴിയുന്ന സമയത്ത് എന്റെ ആ 10ാം ക്ലാസ്സുകാരന്റെ രീതിക്ക് ഒരു മാറ്റം ദൈവാത്മാവ് വരുത്തുക. അക്കാഡമിക്സിൽ നല്ല രീതിയിലോട്ട് വരുന്ന ഒരു തലത്തിലോട്ട് വരികയാണ്. ഞാൻ അവിടെ ആ ഒരു ഭാഗം വേഗം വിട്ട് മുന്നോട്ട് വരിക. അതിനുശേഷം +2 എക്സാം വരുന്ന സമയത്തും ആ സ്കൂളില് അതുവരെ ഫ്ലെക്സ് അങ്ങനെ വലിയ രീതിയിൽ വെച്ചിട്ടില്ല. പക്ഷെ +2 റിസൾട്ട് വന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ ആ ഫ്ലെക്സ് വെക്കാത്തവന്റെ ഫ്ലെക്സ് ആ സ്കൂളിൽ വെച്ച് നല്ല മാർക്കോട് കൂടിയിട്ട് എന്റെ ദൈവം എന്നെ എന്താക്കി മുന്നോട്ട് നയിച്ച സമയത്ത് ഞാൻ ഓർക്കുകയാണ്, നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവുള്ളവന് ഭർഷിക്കാതെ ഔദാര്യമായി നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന കാര്യം ഞാൻ തിരിച്ചറിയുവാനിടയായി തീർന്നു. അന്ന് ഞാൻ എന്റെ വേദപുസ്തകത്തില് എന്റെ പ്രാർത്ഥനാ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചു, 0 become hero. എനിക്കറിയാം വട്ടപൂജ്യമായിരുന്നു, ഇന്നും ഞാൻ പറയുന്നത് വട്ടപൂജ്യമാണ്. പക്ഷെ അവിടെ നിന്നുള്ളൊരു ടേണിംഗ് പോയിന്റ്, തീരുമാനമെടുത്ത സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു തീരുമാനമുണ്ട് എങ്കിൽ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നൊരു ചിന്തയുണ്ട് എങ്കിൽ മറ്റാർക്കും താങ്കളെ തടുക്കുവാൻ കഴിയുകയില്ല. മറ്റാർക്കും താങ്കളുടെ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് താങ്കളെ വലിക്കുവാൻ സാധ്യമല്ല. അടുത്ത ലക്ഷ്യം ഡിഗ്രിയാണ്. ഞാൻ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചത്, വയനാട്ടിലെ നമ്പർ 1 കോളേജ്, ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പഠിക്കുവാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള കോളേജ്. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പൈസ കൊടുക്കാനില്ല, അപ്പൻ എന്റെ സാഹചര്യം അറിയാം. ചാച്ചൻ മരിച്ച സമയത്ത് തൊട്ടിട്ട് ഞാൻ ആ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നത്. അന്ന് ഇവിടെ എനിക്കൊരു പുതിയ ബന്ധമാണ് കിട്ടിയത്. അതുവരെ ചാച്ചൻ മരിച്ച കഥകളൊക്കെ ആളുകൾ പറയുമ്പോൾ ചില സമയത്തൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ പഠിക്കുന്ന സമയത്ത് നിന്റെ അപ്പൻ എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ണുനീരോടെ കരഞ്ഞ അനുഭവങ്ങളെ ഞാനിപ്പോൾ ഓർക്കുക. പക്ഷെ അതെല്ലാം കഴിഞ്ഞ ഒരു കാലഘട്ടം വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഭൂമിയിലെ അപ്പൻ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, സ്വർഗത്തിലെ അപ്പൻ ഇന്നും ജീവിക്കുന്നു. ആ അപ്പൻ ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ അപ്പനോട് എനിക്ക് എന്തും പറയാം. ഒരു കൂട്ടുകാരെ പോലെ ഞങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് അപ്പ എന്ന് ഞാൻ വിളിക്കുക. അങ്ങനെ ഇടയ്ക്ക് ഞാൻ പപ്പാന്ന് വിളിക്കും, ഞങ്ങൾ തമാശയൊക്കെ പറയും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, ഇനി എന്താകണം അപ്പ? പറ്റത്തില്ല, ഇനി മുന്നോട്ട് പോകാൻ ഫിനാൻസ് ഇല്ല. കർത്താവിനോട് ഒറ്റ കാര്യം പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നത് BCom ആണ്. സെന്റ് മേരീസ് എന്നാണ് ആ കോളേജിന്റെ പേര്. അത്യാവശ്യം നല്ല ഗ്രേഡ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് കോളേജ്, സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. പഠിപ്പിച്ച അധ്യാപകരും പലരും പറഞ്ഞു, അവിടെ കിട്ടുവാണെങ്കിൽ ഭാഗ്യം ചെയ്യണം. ഞങ്ങളുടെ നാട്ടില് അന്ന് അതിനു മുമ്പ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടായിക്കല്ലാതെ വേറെ ആർക്കും അവിടെ അഡ്മിഷനോ അങ്ങനെ വലിയ രീതി കിട്ടിയിട്ടില്ല. സ്വപ്നമാണ്.
പ്രാർത്ഥിച്ചു, ദൈവമേ ആഗ്രഹമുണ്ട് അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടണം. തീരുമാനമെടുത്തു, മുന്നോട്ട് പോയി. ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഉപവാസത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ഉപവാസം എടുക്കുന്ന സമയത്ത് കഠിനമായ ഉപവാസം അന്ന് എടുത്തത്. 3 ദിവസം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ദൈവസ്ഥനെ തീരുമാനം എടുത്തു. 3 ദിവസം വെള്ളം കുടിക്കുന്നില്ല, കഠിനമായിട്ട് ഉപവാസം എടുക്കാൻ പോകുക. ആ ഉപവാസം എടുത്തു. ആദ്യത്തെ അലോട്ട്മെന്റ് വന്നപ്പോ, ഈ ഉപവാസത്തിന് തൊട്ട് മുമ്പ് ഞാൻ പ്രതീക്ഷിക്കാതെ കുറച്ച് ദൂരെയുള്ള ഒരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ അത് ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടണം. പ്രാർത്ഥിച്ചു, ഉപവാസമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അലോട്ട്മെന്റ് വന്നു. അലോട്ട്മെന്റ് വന്ന സമയത്ത് മാനേജ്മെന്റ് സീറ്റില് ലക്ഷങ്ങൾ കെട്ടിവെച്ച് പഠിക്കുന്ന ആളുകൾക്ക്, അത്രയും മാർക്കുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന അവിടെ ദൈവം എനിക്ക് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന് മെറിറ്റില് യാതൊരു പൈസയും കൊടുക്കാതെ വേണം ദൈവം എനിക്ക് അവിടെ അഡ്മിഷൻ തന്നു. അഡ്മിഷൻ തന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ ചോദിച്ചത് BCom ആണ്, ദൈവം എനിക്ക് എന്തിനാ BBA തന്നത്? ഒന്നും പറഞ്ഞില്ല. ഞാൻ സെമിനാറിലാണ് സമയത്ത് ആ കാര്യം അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സൈലൻസ് ഓഫ് ഗോഡ് എന്നുള്ള കാര്യം ഒത്തിരി അനുഭവിച്ച ഒരു സമയമാണ്. ഞാൻ ചോദിച്ചു, അപ്പൊ എന്താ അപ്പൊ ഉദ്ദേശിക്കുന്നത്? ആ ടൈമിൽ ഉത്തരവൊന്നുമില്ല. പക്ഷെ അതിന്റെ ഒരു യാഥാർത്ഥ്യം കോളേജ് ലൈഫിൽ എന്നെ ഒന്ന് പൊളിച്ച് പണിയുന്ന ഒരു തലമായിരുന്നു. BBA എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്റെ സുഹൃത്തുക്കള്, അവരെ മിക്കവാറും ആളുകളെല്ലാം ആ സമയത്ത് 24-25 വയസ്സുള്ള ആളുകളായിരുന്നു. അന്ന് 19 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനായ ആ മനുഷ്യൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്, അവരുടെ തലത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. പല ആളുകളും മദ്യവും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഞാൻ ചോദിച്ചു, ദൈവമേ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്റെ പഠന കാലഘട്ടത്തില് +2 ഒഴികെ എനിക്ക് ഓർക്കുവാനൊരു നല്ല മെമ്മറി ഇല്ല, കൂട്ടുകെട്ടുകളില്ല. ഞാൻ ചോദിച്ചു, ദൈവമേ എന്തിനാ എന്നെ ഇവിടേക്ക് അയച്ചത്? ഉത്തരവില്ല. അലോട്ട്മെന്റുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ് വളരെ പ്രശ്നമുള്ള ഒരു ക്ലാസ്സാണ്. മറ്റുള്ളവരുടെ മുന്നിലെല്ലാം വളരെ പ്രശ്നമുള്ള ഒരു ക്ലാസ്സിൽ ദൈവത്തിന് അവിടെ ആയിരുന്നു ആദ്യം എന്നെ പണിയേണ്ടത്. അങ്ങനെ വന്ന സമയത്ത് ഞാനിപ്പോൾ ഓർക്കുക, അന്ന് ഒരു സ്കോളർഷിപ്പ് ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ട് ഒരു 6000 രൂപ കോളേജിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പൊ ടൂർ പോകുന്ന ഒരു പ്രത്യേക അനുഭവം. ടൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു അടിപൊളി ചില്ല് പരിപാടിയാണ്. എല്ലാവരും ഇങ്ങനെ ഒരു ജോളിയാകുന്ന സമയമാണ്. അന്ന് ആ സമയത്ത് ഗോവയിലോട്ടാണ് ടൂർ പോകുന്നത്. ഗോവ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊരു കാര്യം. ആ പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ ഒരു പൈസ ഞാൻ ടൂറിന് കൊടുത്തു. ടൂറിന് കൊടുത്തിട്ട് വണ്ടിയിൽ ഇങ്ങനെ കയറിയിരുന്ന സമയം തൊട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരൊറ്റ കാര്യം, കൂട്ടുകാരൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക, കൂട്ടുകാരൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് മനസ്സിൽ ഇങ്ങനെ ഞാനങ്ങ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതിലോട്ട് വന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആ സമയത്ത് ഉത്തരം കിട്ടിയില്ല. പക്ഷെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത്, ആ ഗോവയിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അവിടെ ചെന്ന സമയത്തും മദ്യപാനത്താൽ ആളുകൾ അങ്ങനെ അഴിഞ്ഞാടിയ സമയത്തും, ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അതുപോലുള്ള രീതിയിലൂടെ കടന്നുപോയ സമയത്തും, മദ്യം അടുത്ത് വന്ന സമയത്തും എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, എന്നെ പഠിപ്പിച്ച എന്റെ മാതാവിന്റെ പാഠങ്ങൾ അന്ന് എന്റെ മുന്നിൽ ഒരു പാഠമായിട്ട് അനുഭവമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനോട് ഞാൻ പറഞ്ഞു, എനിക്കിത് പറ്റത്തില്ല. ടീച്ചർമാരെന്നോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഞാൻ ടീച്ചർമാരോട് പറഞ്ഞു, എനിക്കൊന്ന് വീട്ടിലോട്ട് പോയാൽ കൊള്ളാം. 3 ദിവസത്തെ ടൂറാ. ആദ്യത്തെ രാത്രി തന്നെ ഞാൻ മടുത്തു. ആദ്യത്തെ രാത്രി തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഇതിനു വേണ്ടിയാണോ പൈസ മുടക്കി വന്നത്? പക്ഷെ അത് മനസ്സിലാക്കാൻ ജീവിതത്തിൽ എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും കിട്ടാത്ത ഒരു അനുഭവത്തിന് വേണ്ടിയായിരുന്നു അത്. ആ സമയം തൊട്ടിട്ട് എന്റെ ചില കൂട്ടുകാര് അവര് വന്ന് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു പെന്തക്കോസ്റ്റുകാരനാണ്. +2 പഠിക്കുന്ന സമയം വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു പെന്തക്കോസ്റ്റുകാരനാണ്. പക്ഷെ കോളേജിലായിരിക്കുന്ന സമയത്ത് അന്ന് അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാനൊരു പെന്തക്കോസ്റ്റുകാരനാണ്. എല്ലാവരും പോകുന്ന രീതിയിലോട്ട് പോകുവാൻ എനിക്ക് കഴിയില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് കഴിയത്തില്ല. എനിക്ക് വ്യക്തമായ ഒരു ദർശനമുണ്ട്. എന്റെ മാതാവ് പഠിപ്പിച്ച, എന്റെ സ്വന്തം ഗുരുക്കന്മാർ പഠിപ്പിച്ച ചില അനുഭവങ്ങളുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അങ്ങനെ ടൂറെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഞാനിങ്ങനെ കോളേജിലൂടെ ചെല്ലുന്ന സമയത്ത് ടീച്ചർമാര് സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ദൈവം അവിടെ ഒരു ടേണിംഗ് പോയിന്റ് കൊണ്ടുവരുക. BBA സകല പ്രിയമുള്ളവരും വെള്ളമടിച്ച് നിന്ന സമയത്തും അവൻ വെള്ളമടിച്ചില്ല എന്നൊരു രീതിയിൽ അവിടെ ഒരു സാക്ഷ്യം നൽകിയ സമയത്ത് അത് ആ കോളേജിനെ മൊത്തം സ്വന്തം ചെയ്യുന്നു. അവൻ ഒരു പെന്തക്കോസ്റ്റുകാരനാണെന്നൊരു ലേബൽ വരാൻ തുടങ്ങി. ഈ പേര് കയറിയ പിന്നെ പ്രശ്നമാണ്. പിന്നെ തുള്ളാൻ പറ്റത്തില്ല, പിന്നെ ചാടാൻ പറ്റത്തില്ല, പിന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷനാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, വീടിനടുത്തൊരു കല്യാണം നടക്കുമോ. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ വളരെ കൂട്ടായ്മയുള്ളൊരു നാടാണ്. കല്യാണത്തിന് 2-3 ദിവസം മുമ്പ് എല്ലാവരും പോയിട്ട് അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് കൂടും. ഞങ്ങളുടെ തൊട്ടടുത്തൊരു കല്യാണം
DJ പാർട്ടി തലേന്ന് നടക്കുക. കൂട്ടുകാരെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി ഡാൻസ് കളിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ പണിക്ക് പോകുന്ന ചില ചേച്ചിമാർ ചോദിച്ചു, നിങ്ങളുടെ മോൻ അവിടെ ആ കല്യാണത്തിന് തുള്ളുന്നത് കണ്ടല്ലോ, നിങ്ങളൊരു പെന്തക്കോസ്റ്റുകാരനാണോ? അന്ന് ഞാൻ മനസ്സിലൊരു തീരുമാനം എടുത്തു. ലോകം പറയുന്നതിനനുസരിച്ച് ഇനി തുള്ളാനുള്ളതല്ല എന്റെ ജീവിതം. ലോകം പറയുന്നതിനനുസരിച്ച് മാറ്റാനുള്ളതല്ല എന്റെ ജീവിതം. ലോകത്തിന് അനുരൂപമായി പോകുവാനുള്ളതല്ല എന്റെ ജീവിതം. ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതാ എന്റെ ജീവിതം എന്ന തിരിച്ചറിവ് വന്ന സമയത്ത് അവിടെ ഞാനൊരു തീരുമാനം എടുത്തു. ഇനി എല്ലാവരും ചെയ്യുന്ന എല്ലാ പരിപാടിയും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അന്നൊരു ലിമിറ്റേഷനാണ്, അന്നൊരു ഏകാന്തതയാണ്. അന്ന് കോളേജിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഒറ്റപ്പെട്ടായിരിക്കുന്നത്. കൂട്ടുകാരുണ്ട്, എല്ലാവരോടും കമ്പനിയാണ്. പക്ഷെ എനിക്ക് അത്ര ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷെ ദൈവം അവിടെ എന്താക്കി, അടുത്തൊരു തല ഒരുക്കി. ഏകദേശം 1200 അത്രയും സ്റ്റുഡൻസ് പഠിക്കുന്ന ആ ഒരു കോളേജിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു ലീഡറായിട്ട് 300 പേരെ ലീഡ് ചെയ്യുന്ന ഒരു ലീഡറായിട്ട് കർത്താവിനെ നയിച്ച സമയത്ത് അവിടെ ചില കാര്യങ്ങൾക്ക് എന്റെ ലീഡർഷിപ്പിന്റെ എബിലിറ്റിയെ ദൈവം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക മേഖലയായിട്ട് അതിനെ ദൈവാത്മാവ് നയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട്, ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ഘട്ടത്തിലൂടെ കാര്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, BCom എടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച ആ മനുഷ്യൻ BBA എടുത്ത് അവിടെ പഠിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. കാരണം BComൽ പോയാൽ ഈ എക്സ്പീരിയൻസ് കിട്ടത്തില്ല, BComൽ പോയാൽ ഈ ടെസ്റ്റിമോണി കിട്ടത്തില്ല. അങ്ങനെ ദൈവം കൃത്യമായിട്ട് എന്നെ ഈ ഒരു അനുഭവത്തിലൂടെ നയിച്ചതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ചില സമയത്ത് നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ചില സമയത്ത് അവിടെയാ ദൈവം നമ്മെ പണിയുന്നത്, അവിടെയാ വലിച്ച് കീറുന്നത്. അങ്ങനെ ICBF എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ക്ലബ്ബ് ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി, ചില വിശ്വാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. വളരെ താല്പര്യത്തോടെ ഞങ്ങൾ അങ്ങനെ തുടങ്ങി മുന്നോട്ട് വരികയാണ്. ചില സമയത്ത് ഞങ്ങൾ സ്നാക്സും പരിപാടികളൊക്കെ വെച്ച് അങ്ങനെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ദൈവകൃപയാൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമായിട്ട് മുടങ്ങിക്കിടന്ന ആ ഒരു സെന്റ് മേരീസ് കോളേജിൽ ICBFന് സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അടിയന്റെ കഴിവല്ല, അടിയന്റെ പ്രാപ്തിയല്ല, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോയത് നിമിത്തമായിട്ട് ദൈവം ഒരുക്കിയ അവസരങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് ഇന്ന് ദൈവകൃപയാൽ വിശ്വാസത്തോടു കൂടിയിട്ട് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയട്ടെ, ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്താൽ അത് നാളുകളിലും ഓർക്കപ്പെടും. പ്രിയമുള്ളവരെ, അങ്ങനെ ഡിഗ്രി പഠനം ഏകദേശം പൂർത്തീകരിക്കുകയാണ്. ഡിഗ്രിയിൽ ദൈവം നടത്തിയ ഒരു വിധത്തെ കുറിച്ച് ഞാനങ്ങനെ ചിന്തിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ് തലകുണിച്ച് നിന്നിരുന്ന ആ ഒരു മനുഷ്യന് ഞാൻ വല്ലപ്പോഴൊക്കെ ക്ലാസ്സിലൊക്കെ അങ്ങനെ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. NSSന്റെ പരിപാടിയൊക്കെ ആയിട്ട് മിക്കവാറും ടൈം പുറത്താണ്. ക്ലാസ്സിൽ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ ഇന്റർവെല്ലിന് പോലും പുറത്തു പോകാതെ പഠിക്കുന്ന ആളുകളുണ്ട്. റിസൾട്ട് വന്ന സമയത്ത് അവരെക്കാട്ടും മാർക്ക് ബുദ്ധിഹീനനായ ഭോഷനായ ഈ മനുഷ്യനെ ദൈവം അവിടെ ഒരുക്കുവാനിടയായി തീർന്നു. ഏകദേശം 80% മാർക്കോട് കൂടിയിട്ട് ഡിഗ്രിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു. അന്ന് പറഞ്ഞ ദർശനം ഇനി ആ ദർശനത്തിലോട്ടുള്ള സമയമാണ്. അന്ന് പറഞ്ഞ തീരുമാനം ഇനി ആ തീരുമാനത്തിലുള്ള സമയമാണ്. കർത്താവ് തല ഉയർത്തി തന്നെ അവിടെ നിന്ന് ഇറക്കിയ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, കോളേജിൽ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയമുണ്ട്. ആ സമയത്ത് എനിക്കൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ് ഇല്ല. ഞാനിങ്ങനെ ചർച്ചിൽ വന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഒരു സഹോദരൻ, അദ്ദേഹം ജോലിക്കാരനാണ്, അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് എനിക്ക് തന്നിട്ട് പറഞ്ഞു, നീ പോയിട്ട് ഇതുകൊണ്ട് ചെയ്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനുശേഷമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞുമോൻ ഞാൻ കുഞ്ഞുമോൻ ചേട്ടാ എന്ന് വിളിക്കുക. ഒത്തിരി സ്നേഹത്തോടെ ആ മനുഷ്യൻ എനിക്ക് നൽകിയ ആ ഒരു ലാപ്ടോപ്പായിട്ട് ഞാൻ എന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആ കോളേജിൽ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തതിൽ ഏറ്റവും നല്ല സ്കോറോട് കൂടിയിട്ട് ദൈവം എന്താക്കി എനിക്ക് നല്ലൊരു റിസൾട്ട് അവിടെ നൽകുവാനിടയായി തീർന്നു. പറഞ്ഞു വന്നത്, ആ മനുഷ്യർ ജ്ഞാനമില്ലാത്ത ചിലത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ബലഹീനമായ ചിലത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അഭിഷേകത്തിന് ആ മനുഷ്യർ കർത്താവിന്റെ സാന്നിധ്യത്തിന് താങ്കളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നൊരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ്. എന്നോർത്ത് ഇതൊരു അവസാനമല്ല, അതൊരു ആരംഭമായിരുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ ജീവിതത്തിലോട്ടുള്ള അടുത്ത ടേണിംഗ് പോയിന്റ്, അത് അവിടെ നിന്ന് തുടങ്ങുന്ന സമയത്ത് അടുത്ത ലക്ഷ്യം, കർത്താവെ ഇനി ഒറ്റ ലക്ഷ്യം, ഇനി ബൈബിൾ കോളേജിൽ പോകണം. 3 ലക്ഷ്യമാണ് ഇനി മുന്നിലുള്ളത്. ഡിഗ്രി പാസ്സായി. ഡിഗ്രി പാസ്സായിട്ട് ചില പാസ്റ്റേഴ്സ് പറഞ്ഞു, എടാ നീ PG കൂടി എടുക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് MBA MSW ഈ 2 കാര്യങ്ങളോട് താല്പര്യമുണ്ട്. അടുത്തത് ബൈബിൾ കോളേജ് അൾട്ടിമേറ്റാണ്. അന്ന് MBAക്ക് നോക്കുന്ന സമയത്ത് 6 ലക്ഷം രൂപ വേണം. അന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ആ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവ് ഈ പരിപാടി നടക്കും തോന്നുന്നില്ല, കുറച്ച് പ്രശ്നമാണ്. ആ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ചെയ്തു. അടുത്തത് MSW കൊടുക്കണമെങ്കിൽ എൻട്രൻസ് എക്സാം ഉണ്ട്. എൻട്രൻസ് എക്സാമിന് കൊടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ലോക്ക്ഡൌൺ ആയി, കോവിഡ് വന്ന് ഫുള്ള് ലോക്കായി. യാതൊരു വഴിയില്ല, പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്
അമ്മയുടെ അനിയത്തിയുടെ മോളുടെ ഭർത്താവ് അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ദൈവകൃപയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ 3 പാസ്റ്റേഴ്സുണ്ട്, ഞാനടക്കം 4 പാസ്റ്റേഴ്സ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു ബൈബിൾ കോളേജിന്റെ കാര്യം നോക്കാം. ഇവരെല്ലാം എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്ത്. എനിക്ക് ഈ സമയത്ത് എന്റെ ഫാമിലിയെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വീണ് പോയിരുന്ന, തളർന്നു പോയിരുന്ന എന്നെ ഞാനാക്കി മാറ്റുന്നതിൽ എന്റെ കുടുംബം വഹിച്ച പങ്ക് അത് ചെറുതല്ല. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ എന്റെ കുടുംബം എന്നെ ചേർത്ത് പിടിച്ചതുകൊണ്ട്, അവരെന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബൈബിൾ കോളേജിന്റെ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ബൈബിൾ കോളേജിന്റെ കാര്യമായിട്ട് ഞാനിങ്ങനെ നോക്കി. ആദ്യമായിട്ട് ഞാനിങ്ങനെ എന്റെ മനസ്സിലൊരു ആഗ്രഹം, കർത്താവേ ബൈബിൾ കോളേജിൽ പോകാനൊക്കെ തയ്യാറാണ്, പക്ഷെ എങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കൊട്ടാരക്കര തിയോളജിക്കൽ സെമിനാരിയാണ്. അപ്പൊ ചില കാരണങ്ങൾ നിമിത്തമായിട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. രണ്ടാമത് ഞാൻ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി മണക്കാല, അവിടെ അഡ്മിഷൻ കൊടുത്തു, ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു. പക്ഷെ അവര് ഇന്റർവ്യൂവിന് വിളിക്കാൻ വിട്ടുപോയി. പക്ഷെ ഞാൻ മനസ്സിലാക്കുക ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു അത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളേജ് എന്റെ കണ്ണിൽ ഇങ്ങനെ വന്നിങ്ങനെ പതിച്ചു. വളരെ മനോഹരമായ ഒരു പച്ചപ്പുള്ള ഒരു കോളേജ്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ 4 വർഷമോ സംഭവം ശരിയാണ്. പഠിക്കുന്ന കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുമ്മൊക്കെ ഉണ്ടാകണം. പഠിക്കുന്ന കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ത്രില്ലൊക്കെ ഉണ്ടാകണം. നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കോളേജിന്റെ പേര് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി എന്നാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു സാറിന്റെ കോൺടാക്ട് നമ്പർ കണ്ടു. ഞാൻ സാറിനെ വിളിച്ചു ചോദിച്ചു, സാറേ അഡ്മിഷന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് ജൂൺ മാസം 24-ാം തീയതി 2020 ആ സമയം ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല. എന്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റിലോട്ട് ദൈവാത്മാവ് നയിച്ച ഒരു സമയം. അന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാറിനെ വിളിച്ചു പറഞ്ഞു, സാർ വയനാട്ടുകാരനാണ്, സാറിന്റെ പേര് അജീഷ് ജോർജ് എന്നാണ്. ആ ഒരു അധ്യാപകൻ എന്റെ ജീവിതത്തിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കുക. അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നാളെ രാവിലെ എൻട്രൻസ് എക്സാം ഉണ്ട്, അതിനുശേഷം അവിടെ ഇന്റർവ്യൂ ഉണ്ട്. ഡിഗ്രി പഠിച്ചു, +2 പഠിച്ചു, എല്ലാം മലയാളം മീഡിയത്തിൽ ഒരു സാധാരണക്കാരനായി പഠിച്ച ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പോവുക. ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ദൈവം എങ്ങനെ എഴുതുക? ഇംഗ്ലീഷ് വായിക്കാൻ ചെറുതായിട്ട് അറിയുമെങ്കിലും സംസാരിക്കാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല. തട്ടിയും മുട്ടിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു മനുഷ്യൻ എങ്ങനെയാ ഇംഗ്ലീഷിൽ എക്സാം എഴുതുക? ഞാൻ ദൈവത്തോട് ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങൾ നടക്കുക? വല്ല ഐഡിയ ഉണ്ടോ? അപ്പോ ദൈവം പറഞ്ഞു, സൈലന്റ് ആണ്, ഉത്തരവില്ല. ചില സമയത്ത് ഈ ഒരു കാര്യം എന്നെ ഒത്തിരി പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഉത്തരവില്ല, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ 8 മണിയായപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് ആൻസർ ചെയ്തു. അതിനുശേഷമായിട്ട് ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് ലിങ്ക് അവരെ ഇട്ടിട്ട് പറഞ്ഞു, ഒരു 11 മണിയാകുമ്പോൾ ഇന്റർവ്യൂ ആണ്. പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ദൈവാത്മാവിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ ടേൺ ചെയ്യുന്ന ഒരു അനുഭവമായിരിക്കും. അന്ന് ബൈബിൾ കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ എന്റെ അക്കൗണ്ടിൽ നോക്കിയ സമയത്ത് അന്ന് അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് എനിക്ക് നൽകിയ ഒരു 2000 രൂപ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പൈസ കയ്യിൽ എടുക്കാനില്ല. ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു കോഴ്സ്. എനിക്കൊരൊറ്റ ആഗ്രഹമായിരുന്നു, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യണം. അങ്ങനെ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി എന്ന് പറയുന്ന കോഴ്സിനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ പൈസയെ കുറിച്ചൊന്നും ഓർക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, കാരണം പശു ഉണ്ടാകുന്ന ആ സമയത്ത് അമ്മ പറഞ്ഞു പശുവിനെ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോ ഓർക്കുക, അതിന്റെ അനിയത്തിയെ കുറിച്ച് ഞാൻ അവളുടെ ആ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അവളുടെ ഒരു അനുഭവം ഇങ്ങനെയായിരുന്നു. രാവിലെ 5 മണിയാകുമ്പോൾ അമ്മയും അവളും കൂടെ പാലൊക്കെ കറന്ന് അത് ഞാനിങ്ങനെ കൊണ്ടുപോകുന്ന രംഗങ്ങൾ ഞാനിങ്ങനെ ഓർക്കുക. അത്രയും ആ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവാത്മാവിന് ഇത്രമാത്രം ഈ ഒരു രീതിയിലോട്ട് ഇന്ന് ഒന്നുമല്ല, പക്ഷെ ഇന്ന് ഈ ഒരു നിലവാരത്തിലൂടെ ആക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇന്നലകളെ ഓർത്തു പോകുകയാണ്. അങ്ങനെ അനിയത്തി അവള് കഷ്ടപ്പെട്ട് രാവിലെ പുല്ലക്കരിഞ്ഞ് അവള് പോയ സമയത്ത് അവളുടെ കാര്യത്തിനും ഒരു വലിയൊരു സാക്ഷ്യമുണ്ട്. +2 ആ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവള് എന്നെപ്പോലെ തന്നെയാണ്, നന്നായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷെ 10ാം ക്ലാസ്സിൽ അവൾക്ക് മാർക്ക് കുറച്ച് കുറവായിപ്പോയി. +2 ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ സ്കൂളിൽ ഒരു ഫുൾ A+ കിട്ടിയത് എന്റെ അനിയത്തിക്കാണ്. അതെനിക്ക് അഭിമാനത്തോടെ എന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവം നടത്തിയത് കൊണ്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ബൈബിൾ കോളേജിൽ പോകുമല്ലേ. എന്റെ ആഗ്രഹങ്ങൾക്ക് അമ്മ എതിരല്ല. അമ്മ ഒരിക്കലും എൻ്റെ അടുത്ത് ബൈബിൾ കോളേജിൽ പോകാൻ പറഞ്ഞിട്ടുമില്ല. എനിക്ക് ദൈവാത്മാവ് കൃത്യമായ ഒരു ദർശനം തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ബൈബിൾ കോളേജാണ് എന്റെ ലക്ഷ്യം. അമ്മ പറഞ്ഞു പശുവിനെ കൊടുക്കാം. ഞാൻ ആ സമയത്ത് വിശ്വാസത്തോടെ ഒരു കാര്യം അമ്മയോട് എടുത്ത് പറഞ്ഞു, ഇന്ന് എന്റെ അക്കൗണ്ടിൽ 2000 രൂപയുള്ളൂ, പക്ഷെ ഞാനൊരു കാര്യം അമ്മയോട് വിളിച്ചു പറയട്ടെ, ബൈബിൾ കോളേജിലൂടെ ഞാനൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ബാക്കി കാര്യം ദൈവം പ്രവർത്തിക്കും. അതൊരു വിശ്വാസത്തിൽ എടുത്ത ഒരു വാക്കായിരുന്നു.
ആ ഒരു വാക്കിന് ഇന്ന് വരെ എന്റെ പുറകോട്ടുള്ള ജീവിതം നോക്കുന്ന സമയത്ത് ആ ഒരു വിശ്വാസത്തിന് വലിയൊരു കാര്യം പറയാനുണ്ട്. ഇന്റർവ്യൂ നടക്കാൻ തുടങ്ങുക. ആ സൂം മീറ്റിംഗില് വളരെ ആ ഒരു കോളേജിന്റെ മാനേജ്മെന്റിലുള്ള ഒരു 5-6 പേര് ഇങ്ങനെ നിരന്ന് ഇരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്? താങ്കളെ ഒന്ന് പരിചയപ്പെടുത്താമോ? തട്ടിയും മുട്ടിയൊക്കെ ഇംഗ്ലീഷിൽ ഞാൻ എന്നെ അങ്ങ് പരിചയപ്പെടുത്തി. അതിനുശേഷമായിട്ട് ഞാനിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് അടുത്ത ചോദ്യം പ്രിൻസിപ്പൾ ആയിരുന്ന സാജു ജോസഫ് എന്ന് പറയുന്ന സാർ ചോദിച്ചു, സനു, ഹൗ വാസ് യുവർ എക്സാം? താങ്കളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, സാറേ എക്സാം ഒക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ഗ്രാമറിൽ ഞാൻ നല്ല പോക്കാം. ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ദൈവാത്മാവ് അടുത്തൊരു വഴിയിലൂടെ നയിക്കാൻ കാരണമായി. അങ്ങനെ ഇന്റർവ്യൂ ബോർഡിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് ആ ഒരു കോളേജ് ഫീസ് 4 ലക്ഷം രൂപയാണ്. കോളേജിന്റെ മുന്നിലോട്ട് ഓഫർ വെച്ചു, നമുക്ക് ഒരു മിനിമം എമൗണ്ട് എത്ര അടയ്ക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, മിനിമം എമൗണ്ട് പോയിട്ട് തീരെ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഏകദേശം 1,13,000 മുകളിലാണ് ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ ഫീസ് വരുന്നത് ബിഡിക്ക്. അവർ പറഞ്ഞു, ഒരു 50,000 രൂപ അടയ്ക്കാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ? ഞങ്ങള് തപ്പിയും തടഞ്ഞൊക്കെ ഓക്കെ പറഞ്ഞു. ആ സമയത്ത് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന സാറായിരുന്നു അജീഷ് സാറ്. സാറ് തലേ ദിവസം വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, പ്രിപ്പയർ ചെയ്തേക്കണം. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് അവർ അടുത്ത ഓഫർ എന്റെ മുന്നിലോട്ട് വെച്ചു. സനുവിന്റെ ഫീസിൽ 1 ലക്ഷം രൂപ ഞങ്ങൾ സ്കോളർഷിപ്പ് തരാൻ ഞങ്ങൾ തയ്യാറാണ്. 1 ലക്ഷം രൂപ തന്നതിന് ശേഷമായിട്ട് 4 വർഷത്തെ പഠനത്തിന് ശേഷമായിട്ട് 2 വർഷത്തെ പ്ലേസ്മെന്റ്, ആ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്കോളർഷിപ്പോട് കൂടിയിട്ട്, ഒരു പ്ലേസ്മെന്റോട് കൂടിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു രീതിയിലോട്ട് ദൈവം നയിച്ചു എങ്കിൽ ഞാനൊരു കാര്യം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് വിളിച്ചു പറയട്ടെ, വിശ്വാസമുണ്ടെങ്കിൽ ചെറിയ വിശ്വാസത്തിന് വലിയ മലകളെ ചലിപ്പിക്കുവാൻ സാധിക്കും. ചെറിയ വിശ്വാസത്തിന് വലിയ പർവ്വതങ്ങളെ ചലിപ്പിക്കുവാൻ സാധിക്കും. ആ വിശ്വാസമാണ്. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു തീരുമാനം എടുക്കാൻ കുറച്ച് സമയം വേണം. കാരണം എടുത്തു ചാടി എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഇത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എന്തുവാ ചെയ്യേണ്ടത്, എങ്ങനെയാ കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. അങ്ങനെ തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു, ഓക്കെയാ, ഞാനത് റെഡിയാണ്. പക്ഷെ ആ ഒരു ടൈം അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കോവിഡ് ടൈമിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈബിൾ കോളേജ്. കോവിഡ് ടൈമിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 വർഷം ഓൺലൈനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലാണ് ഉള്ളത്, അമ്മയെ നോക്കാം, കാര്യങ്ങൾ വേറെ ടെൻഷൻ ഇല്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല, അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ട് ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാറ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എന്റെ പേര് വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു, സനു, ക്യാൻ യു ജസ്റ്റ് പ്രേ ഫോർ ദ ക്ലാസ് എന്ന് പറഞ്ഞു. ഞാൻ മലയാളത്തിൽ ചെറുതായിട്ടൊന്ന് ചോദിച്ചു, സാറേ മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതിയോ? കാരണം സാറ് പറഞ്ഞു, മലയാളം പോരാ, ഇത് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ ഇതൊരു ഊരാക്കുടുക്കായിട്ട് മാറുമോ? കാരണം ഇംഗ്ലീഷ് അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഞാൻ ആ കാര്യം ചോദിച്ച സമയത്ത് പയ്യെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കർത്താവ് ഓരോന്നും പഠിപ്പിച്ചു. അങ്ങനെ ആ ഒരു ബൈബിൾ കോളേജ് സമയത്താണ് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു വിഷനിലോട്ട് വരുന്നത്. ആ വിഷൻ എന്ന് പറഞ്ഞാൽ 2020 കോവിഡ് ടൈമിൽ എല്ലായിടത്തും ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, കോവിഡ് പലരെയും തളർത്തിയെങ്കിൽ കോവിഡാണ് എന്നെ വളർത്തിയത്. കോവിഡിലാണ് എന്റെ ശുശ്രൂഷകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ദൈവാത്മാവ് നൽകിയത്. അന്ന് ആ സമയത്ത് പെന്തക്കോസ്റ്റൽ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു യൂത്ത് കൂട്ടായ്മയുമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തിച്ചു വന്ന സമയത്ത് അവിടെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ എന്നുള്ളൊരു പോസ്റ്റ് ഒരു ഓൺലൈനാണ്. പക്ഷെ അവിടെ ആ രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവസരങ്ങളെ നൽകി. അങ്ങനെ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, എന്റെ മിനിസ്ട്രി എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല, എല്ലാവരെ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്റെ മിനിസ്ട്രി. ആ സമയത്ത് യൂത്തിന്റെ ഇടയിലാണ് എന്റെ മിനിസ്ട്രി എന്നൊരു കാഴ്ചപ്പാട് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി. ദൈവാത്മാവ് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചു. അതിനുശേഷമായിട്ട് ഇങ്ങനെ ബൈബിൾ കോളേജ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. മിനിസ്ട്രി ഉണ്ട്. ദൈവസഹായിച്ചയുടെ അന്ന് 2 വർഷം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് 2 വർഷം ചർച്ചിനെ അസിസ്റ്റ് ചെയ്യാനുള്ള രീതിയിലോട്ട് ദൈവാത്മാവ് ഒരു പ്രാക്ടിക്കൽ മിനിസ്ട്രി എനിക്ക് അവിടെ നൽകി. എന്റെ പ്രിയമുള്ള ചർച്ചിലെ പ്രിയമുള്ളവരെ കോർഡിനേറ്റ് ചെയ്യുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ദൈവാത്മാവ് അവിടെ ആ 2 വർഷം ബലപ്പെടുത്തി. അതിനുശേഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഹീബ്രുവിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ ഹീബ്രുവിന്റെ ക്ലാസ്സിൽ എനിക്ക് എപ്പോഴും സാറിനോട് സംസാരിക്കാൻ പേടിയാണ്. വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകൻ. ആ അധ്യാപകൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തിരിച്ച് ഹീബ്രു പറയാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇറങ്ങി പോവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ അവിടെ പറയുന്ന ഉത്തരം പൊട്ട തെറ്റാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കട്ടായി പോയിട്ട് സാറിനോട് പറയും, കുറച്ച് കഴിഞ്ഞിട്ട് കയറി ചെന്നിട്ടുണ്ട്, സാറേ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. ഒരിക്കലും
ഒരു കാര്യം സാർ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഉത്തരം പറയാത്ത ഒരു സാഹചര്യത്തില് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ അടുത്ത് ഒന്ന് വിളിക്കാൻ പറയണം. അമ്മ അന്ന് സാറിനെ വിളിച്ച സമയത്ത് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ ബൈബിൾ കോളേജിൽ വന്നിട്ടുണ്ട്, പക്ഷെ പാസ്സാകുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കലും ആ ഒരു കാര്യം കേട്ടതാ. അന്ന് അങ്ങനെ എക്സാം കാര്യങ്ങൾ ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു തോറ്റു, കാര്യങ്ങൾ അവസാനിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ആ എക്സാമിൽ ഞാൻ തോക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി മറ്റുള്ളതായിരുന്നു. അമിൻസുറ ദൈവം അവിടെ എന്നെ ജയോത്സവമായിട്ട് നടത്തിയത് കൊണ്ട് അമിൻസുറ ഇവിടെ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, 4 വർഷത്തെ പഠനത്തിൽ ഒരു പേപ്പർ പോലും പോകാതെ വണ്ണം ഏറ്റവും നല്ല രീതിയിൽ കർത്താവ് എന്നെ മാനിക്കുവാനിടയായി തീർന്നു. പറഞ്ഞു വന്നത് എന്നാന്നറിയാമോ? ജ്ഞാനമില്ലാത്തത്, ബലഹീനമായത്, ഭോഷത്വമായത്, മറ്റുള്ളവർ തള്ളിക്കളഞ്ഞത് മൂലക്കല്ലാകണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഒരു മനുഷ്യൻ വിചാരിച്ചാലും ഒരു വ്യക്തി വിചാരിച്ചാലും തകർക്കുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു ബോധ്യം. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടുത്ത ഒരു 2 വർഷം എൻ്റെ ലൈഫിലെ എന്നെ പൊളിച്ചടുക്കിയ 2 വർഷങ്ങള്. 2022 ആ ഒരു സമയത്തില് എൻ്റെ ചർച്ചില് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ചർച്ചിലെ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ മറ്റൊരു പാസ്റ്ററായിട്ടുള്ള അച്ഛൻ കുഞ്ഞെന്ന് പറയുന്ന ഒരു പാസ്റ്ററും സാലി എന്ന് പറയുന്ന ഒരു ആന്റിയും അവർ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത്. അവര് എന്നെ ഒത്തിരി വളർത്തിയ പ്രിയമുള്ളവരാണ്. എനിക്ക് വേണ്ടിയിട്ട് പല ഓപ്പർച്യൂണിറ്റി, പാസ്റ്റർക്ക് കിട്ടുന്ന അവസരങ്ങൾ വരെ എനിക്ക് വേണ്ടി പാസ്റ്റർ കൈമാറി. അങ്ങനെ വന്ന ആ പാസ്റ്റർ ഒരു ഞായറാഴ്ച ഇങ്ങനെ ഞാൻ ബൈബിൾ കോളേജിലോട്ട്, അന്ന് ഓൺലൈൻ കാര്യങ്ങളൊക്കെ മാറി, കുറെ ദിവസമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഓൺലൈൻ ഒന്ന് മാറണം, ഓഫ്ലൈൻ ആകണം. പക്ഷെ പെട്ടെന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, അടുത്ത ടൈമിൽ തന്നെ ഓഫ്ലൈൻ ആയിട്ട് തുടങ്ങാൻ പോവുക, പെട്ടെന്ന് പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തേക്കണം. പെട്ടെന്ന് ഞാനങ്ങ് ഞെട്ടി. കാരണം എന്താ വെച്ചാൽ 2 വർഷം വീട്ടിലായിരുന്നു, 2 വർഷം അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. ഇനി എന്താകും അടുത്തത്? ഈ ചിന്തയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ചർച്ചുകാര് ഒരു ആദ്യമായിട്ട് ചർച്ചിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു, ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ്. ആ സെൻഡ് ഓഫ് മീറ്റിംഗ് എനിക്കിന്ന് മറക്കാൻ പറ്റത്തില്ല. എനിക്ക് വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ ഒരു വികാര നിർഭയനായി പോയ ഒരു സമയമാണ്. എന്റെ ചർച്ച് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗസ്റ്റിനെ ഒക്കെ വിളിച്ചിട്ട് ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്നെ മുന്നോട്ട് വിളിച്ചതിന് ശേഷമായിട്ട് അച്ചൻകുഞ്ഞു മാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ദൈവ മനുഷ്യൻ ചില കാര്യങ്ങൾക്ക് സംസാരിച്ചിട്ട് അടുത്ത് വന്ന സുരേഷ് എന്ന് പറയുന്ന മറ്റൊരു പാസ്റ്ററുണ്ട്, അദ്ദേഹത്തിലൂടെ ചില കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവിടുന്ന് ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് എനിക്ക് തന്നയച്ചു. അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ചർച്ച് മൊത്തത്തിൽ കരയുന്നത് ഞാൻ കാണുന്നത്. എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ചർച്ച്. ഞാൻ അവിടെ അന്ന് കരയുവാൻ കാരണം ഒറ്റ കാരണമുള്ളൂ. ആ സമയത്ത് അനീതി അവൾക്കൊരു ജോലി കിട്ടി, അവൾ ബാംഗ്ലൂരാണ്. ആ സമയത്ത് വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. മൂത്ത സഹോദരൻ മറ്റൊരു സ്ഥലത്തും ഉള്ളത്. അപ്പോ ഇവര് ഇടയ്ക്ക് വരും, ചേട്ടായി ഇടയ്ക്ക് വരും, കാര്യങ്ങളൊക്കെ കൂടെയുണ്ട്. പക്ഷെ അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ്. എൻ്റെ അടുത്തൊരു ചിന്ത, അമ്മയെ എന്ത് ചെയ്യും? അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, കർത്താവെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. 2 വർഷം ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. ആ സമയത്ത് വല്ലാത്തൊരു ഡിപ്രഷനിലൂടെ ഞാൻ കടന്നു പോയി. കർത്താവെ ബൈബിൾ കോളേജ് വേണോ? കാരണം ബൈബിൾ കോളേജ് പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ സമയത്ത് ഒരാഴ്ച ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു 3 ദിവസം ഉപവാസം എടുത്തപ്പോൾ ദൈവാത്മാവ് ഒരു കൺഫർമേഷൻ തന്നു, ദൈവം പ്രവർത്തിച്ചുകൊള്ളും, ദൈവം നടത്തിക്കൊള്ളും എന്നൊരു കാര്യം പറഞ്ഞ് മുന്നോട്ട് നയിച്ച സമയത്ത് ഞാൻ ആ ചർച്ചില് ഒരു താങ്ക്സ് പറയുന്ന സമയത്ത് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരയുന്ന സമയത്ത് ചർച്ച് മൊത്തം എന്നെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അമ്മയെ വിട്ടാവും പോകാൻ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തു, കോളേജിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അമ്മയുടെ അനിയത്തി ഞാൻ മമ്മി എന്ന സ്നേഹത്തോട് വിളിക്കുക, അദ്ദേഹത്തിന്റെ പേര് ചിന്നമ്മ എന്നാണ്. അദ്ദേഹവും എന്റെ കൂടെ വന്നു, അനിയത്തിയും. ഞങ്ങൾ 4 പേര് ഇങ്ങനെ കോളേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. കടന്നുപോയി കാര്യങ്ങളെല്ലാം അവിടെ എത്തി. അവിടെ ചെന്ന സമയം തൊട്ടിട്ട് പിന്നീട് അമ്മ പെട്ടെന്ന് തിരിച്ചു വരുന്നൊരു സാഹചര്യമാണ്. എന്നെ കൊണ്ടാക്കി, എന്തോ ദൈവഭാഗ്യത്തിന് പെട്ടെന്ന് ട്രെയിൻ വന്നു, അമ്മയെ കയറ്റി വിട്ടു. അതുകൊണ്ട് അമ്മ കരയുന്നതൊന്നും കാണാൻ പറ്റിയില്ല. അവിടെ ഇരുന്ന് ഞാനിങ്ങനെ ചില സമയത്ത് ഞാനിങ്ങനെ പൊട്ടിക്കരയുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇനി എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അമ്മയുടെ കാര്യങ്ങൾ അറിയത്തില്ല, കോളേജിലത്തെ റൂൾസ് റെഗുലേഷൻ ഒന്നും അറിയത്തില്ല. പക്ഷെ ആ 2 വർഷത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തെ ഈ ഒരു ഇത്രയും വർഷത്തില് പൊളിച്ചു പണിഞ്ഞ 2 വർഷങ്ങൾ, ശുശ്രൂഷയുടെ അടുത്ത തലത്തിലൂടെ നയിച്ച 2 വർഷങ്ങൾ. അവിടെ ചെന്ന സമയത്ത് ആദ്യമായിട്ട് നേരിട്ടൊരു ചോദ്യം ഐഡന്റിറ്റി ആയിരുന്നു, പ്രാർത്ഥനയായിരുന്നു. വലിയ ആത്മീയത ഒന്നുമല്ലായിരുന്നു. ആത്മീയത നടിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് സാധാരണ ചെയ്തു വരുന്ന കാര്യങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് സീനിയേഴ്സ് കുറച്ചുപേര് റൗണ്ട് ഇട്ടിട്ട് പറഞ്ഞു, ഓ അവൻ വലിയൊരു ആത്മീയനാണ്.
അവൻ വലിയ എന്തോ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നവനാണ്. കുറെ പേര് വന്ന് പറഞ്ഞു ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ചോദിച്ചു, ദൈവമേ, ഞാൻ വന്നത് ബൈബിൾ കോളേജിൽ തന്നെയല്ലേ? എന്റെ മനസ്സിൽ ആ ചോദ്യം വരാനിടയായിരുന്നു. കാരണം പ്രതീക്ഷയോടെ പോയതാ ബൈബിൾ പഠിക്കണം, പ്രതീക്ഷയോടെ പോയതാ ചിലതെല്ലാം ചെയ്യണം, വ്യത്യസ്തമായിട്ട് ചെയ്യണം. അവിടെ ചെന്ന ആ ഒരു സമയത്ത് അങ്ങനെ ഞാൻ ചെല്ലുന്നത് തേർഡ് ഇയറിലോട്ടാണ്. തേർഡ് ഇയറിലോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു പ്രൊമോഷനാണ് ദൈവാത്മാവ് എനിക്ക് നൽകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ലീഡർഷിപ്പ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുക. അങ്ങനെ ഇനാഗ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. തേർഡ് ഇയറിന്റെ ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം ആരംഭിച്ച സമയത്ത് അവിടെ ഞങ്ങളുടെ അധ്യാപിക അവരിങ്ങനെ അനൗൺസ് ചെയ്തു. ക്ലാസ് ലീഡർ പ്രഖ്യാപിച്ച സമയത്ത് BD-യിൽ നിന്ന് എന്റെ പേര് വിളിക്കാനിടയായിരുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, പണ്ട് ഡിഗ്രിക്കായിരുന്ന സമയത്ത് ഒരു അസോസിയേഷന്റെ സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ട് കോളേജ് നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയിട്ട് മത്സരിച്ചു. 8 നില ഞാൻ പൊട്ടി. അന്ന് വിജയിച്ചില്ല, തോറ്റ് പരാജയപ്പെട്ടു പോയി. പക്ഷെ ഞാൻ ചിന്തിക്കാത്ത ഒരു തലത്തിലൂടെ ദൈവാത്മാവ് എന്നെ അവിടെ നയിച്ച സമയത്ത് ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ എന്തിനായിരുന്നു? എനിക്കിത് ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് ദൈവാത്മാവ് ആ ലീഡർഷിപ്പിന്റെ ആ ഒരു വർഷം കൊണ്ട് ഞാൻ കടന്നുപോയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, അവൻ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ രാത്രികളിലും വേദനകളുടെ അനുഭവത്തിലൂടെ കടന്നുപോയ രാത്രികളിലും ഒരു കാര്യം ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. അമ്മയെ വിളിക്കും, എന്നും വൈകുന്നേരം വിളിക്കും. അമ്മയെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിക്കും, സന്തോഷത്തോട് സംസാരിക്കും. എന്നിട്ട് അവിടെ നോക്കിയ സമയത്ത് അവിടെ ഒരു ടെറസ് ഉണ്ട്. ആ ടെറസിന്റെ മുകളിൽ ആണ് രാത്രി പിള്ളേരെല്ലാം മാഗി പാർട്ടി ചെയ്യുന്ന ഒരു സ്ഥലം. അവിടെ പിള്ളേരെല്ലാം കൂടി വരുന്ന ഒരു സ്ഥലം. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് അവിടെ പോയിക്കൂടാ? ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ പുള്ള മാറാല പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലം പണ്ട് ഒരു കൂട്ടുകാർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഒരു മിത്ത് പോലെ പറഞ്ഞ് പ്രചരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു അമ്മയും കുഞ്ഞും മരിച്ച ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പോകാൻ പേടിയാണ്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ല. കാരണം ഞാൻ ഈ പരിപാടിയൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ അന്ന് പോയ സമയത്ത് ഈ മാറാല പിടിച്ചു നിൽക്കുന്ന ആ ഒരു സ്ഥലം, അതിന്റെ ഉള്ളിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു മുറി ഇരിക്കുന്നത് കണ്ടു. ആ ടെറസിന്റെ അടുത്തായിരിക്കുന്നത്. അതെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് തുടച്ച് നല്ല മാറ്റ് കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് നിലത്തങ്ങ് ഇട്ടു. നോക്കിയപ്പോ ഒരു പ്രാർത്ഥനാ മുറി അവിടെ രൂപീകരിക്കാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഇനി നടന്ന ടേണിംഗ് പോയിന്റിനെ കുറിച്ചാണ്. എന്നാന്നറിയാമോ, അമൃത്സർ വളരെ വേദനയിലൂടെ ഞാൻ കടന്നുപോയ സമയത്ത് ഇന്ത്യ ബൈബിൾ കോളേജിന്റെ ആ 4 ചുമരുകൾക്ക് എന്റെ ജീവിതം എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അമ്മയ്ക്ക് അറിയത്തില്ല, വീട്ടുകാർക്ക് അറിയത്തില്ല, കൂട്ടുകാർക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ നിന്ന് ഞാൻ കരഞ്ഞ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ സമയത്ത് ആദ്യമായിട്ട് ദൈവാത്മാവ് എന്നോട് നേരിട്ട് സംസാരിച്ച ഒരു ശബ്ദം ഇങ്ങനെയായിരുന്നു. ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ദ പർപ്പസ് ഓഫ് ഡ്രിവൺ ലൈഫ് എന്ന് പറയുന്ന ഒരു ബുക്ക്. റിക് ബാരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ബുക്ക്. അന്ന് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലൂടെ ദൈവാത്മാവ് ആദ്യമായിട്ട് എനിക്കൊരു കൺഫർമേഷൻ തന്നു. ഒത്തിരി വാഗ്ദത്വമുണ്ട്, പലരും പ്രവചിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശരി. ആദ്യമായിട്ട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു. ആ ഒരു വാക്യം ഒന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ 6-ാമത്തെ വാക്യങ്ങൾ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം. അത് ഇങ്ങനെയാ വായിക്കുന്നത്: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ആദ്യമായി കേട്ട ദൈവശബ്ദം, ആ ദൈവശബ്ദം എന്നെ നയിക്കാൻ തുടങ്ങി. ആ ദൈവശബ്ദം എന്നെ ചലിപ്പിക്കാൻ തുടങ്ങി. ആ ദൈവശബ്ദത്തിന്റെ മധ്യേ മുന്നോട്ട് പോകുവാനുള്ള ആ പ്രാർത്ഥനാ മുറിയുടെ 4 ചുവരുകളുടെ അനുഭവത്തിൽ ഇരുന്ന സമയത്ത്, പല രാത്രികളും ഏകാന്തതയിൽ ഇരുന്ന സമയത്ത് എനിക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയുവാൻ സാധിക്കും, അന്ന് അവിടെ കരഞ്ഞ കണ്ണുനീരിന്റെ ഫലമാ ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സനു കീച്ചേരിയിൽ എന്ന് പറയുന്ന ഈ ഞാൻ. തളർന്നു പോകുമെന്ന് ചിന്തിച്ച പല മേഖലകളിലും 8-9 തവണ ഞാൻ തീരുമാനിച്ചു, കർത്താവേ, ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, എനിക്ക് നടക്കത്തില്ല. അതുപോലുള്ള സാഹചര്യങ്ങളാ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതുവരെ ഞാനൊരു സ്ഥലത്തും അപ്പോളജി പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. പക്ഷെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഷയത്തിൽ ക്ലാസ് ലീഡർ എന്ന നിലയ്ക്ക് ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് അപ്പോളജി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ദൈവം ഇതൊക്കെ എന്തിനാ? ഇതുവരെ പഠിക്കാൻ കുറിച്ച് മോശമാണെങ്കിലും ടീച്ചർമാരോട് ഇതുവരെ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ദൈവാത്മാവ് പറഞ്ഞു, ഇതൊരു ഒരുക്കത്തിന്റെ സമയമാണ്, ഇതൊരു പ്രിപ്പറേഷന്റെ സമയമാ. അന്ന് കരഞ്ഞതിന് സമയമില്ല. അന്ന് കരഞ്ഞത് എത്ര സമയം കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ ഇരുന്ന സമയത്ത് ദൈവാത്മാവ് ചലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ വേദനയിലൂടെ നീ കടന്നുപോയാൽ മാത്രമേ നാളെ മറ്റുള്ളവരുടെ മുമ്പാകെ നിന്റെ സാക്ഷ്യം അതൊരു അത്ഭുതമായിട്ട് മാറത്തുള്ളൂ. ഇന്ന് ഈ വേദനയിലൂടെ കടന്നുപോയാൽ മാത്രമേ അനേകരുടെ മുമ്പാകെ ക്രിസ്തുവിനെ നിനക്ക് ഉയർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ.
അന്ന് ആ ചാച്ചൻ മരിച്ച സമയത്ത് എനിക്ക് അതിന്റെ വേദന അറിയത്തില്ല. പക്ഷെ ഇന്ന് യുവജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു വരുന്ന സമയത്ത് അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളെ വിളിച്ചു പറയുന്ന സമയത്ത് എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും, ഒരു 4 ക്ലാസ്സുകാരനെ അപ്പൻ നഷ്ടപ്പെട്ട ആ സാഹചര്യം തൊട്ട് ഇന്ന് വരെ ഒരു ദൈവത്തിന് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ജീവിതത്തിലും ദൈവത്തിന് അസാധാരണമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്നാണ്. ഞാൻ ഏറ്റവും അധികം നന്ദി പറയുന്നത് എന്റെ അനുഭവങ്ങളോടാണ്. അനുഭവങ്ങളാണ് എന്നെ നല്ല രീതിയിലോട്ട് കൊണ്ടുവന്നത്. ആ പ്രാർത്ഥനാ പായൽ വെച്ചിട്ട് ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചു: പ്രയർ ഈസ് ദ പവർ ദാറ്റ് കവർ ഓൾ അവർ വറീസ്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, അതിന് സകലത്തെയും കീഴടക്കുവാൻ കഴിയും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോളേജിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പല സ്ട്രഗിളുകളും കാര്യങ്ങളൊക്കെ വന്നു. അടുത്തത് അനീതി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ജോലി 1 ഇയറിന് വേണ്ടി പോയതാണ്. അവൾക്കൊരു മാരേജ് പ്രപ്പോസൽ വന്നു. മാരേജ് പ്രപ്പോസൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു രീതിയിലുള്ള ഒരു ബന്ധം. അപ്പൊ വളരെ യാദൃച്ഛികം. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് ഫാസ്റ്റിംഗ് അടിക്കാം. 2 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു. ഞാൻ എന്റെ പ്രാർത്ഥനാ ഡയറിയിൽ ഇങ്ങനെ ഒരു 13 പോയിന്റ് ഞാൻ എഴുതി വെച്ചു. ഒന്ന്, അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, അവളുടെ ഒരു ബർത്ത്ഡേക്ക് തൊട്ട് മുമ്പുള്ള വർഷം അവൾ അന്ന് വീട്ടിലില്ല, മറ്റൊരു സ്ഥലത്ത് ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. അന്ന് രാത്രി ഞാൻ വിളിച്ചു, ഞാൻ അമ്മയോട് വിളിച്ച് വീഡിയോ കോളിലൂടെ സംസാരിച്ച സമയത്ത് ഞാൻ അവളെ കുഞ്ഞോളെ എന്ന് വിളിക്കുക, കുഞ്ഞനിയത്തി എന്റെ. അവളെ സ്നേഹ എന്ന അവളുടെ പേര്. അവള് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്തു. അവള് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കുഞ്ഞേട്ടായി എനിക്കൊന്ന് കാണണം. ഞാൻ പിറ്റേന്ന് അവിടെ ചെന്നു. പിറ്റേന്ന് ചെയ്യുന്ന സമയത്ത് അവള് പറഞ്ഞു, കുഞ്ഞേട്ടായി, എന്നെ കുഞ്ഞേട്ടായി എന്ന് വിളിക്കുക. കുഞ്ഞേട്ടായി, ഇപ്പോ ചാച്ചനില്ലാത്തതിന്റെ വില എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്റെ കൂട്ടുകാർക്കും എന്റെ കൂടെയുള്ള പ്രിയമുള്ളവരൊക്കെ അച്ഛന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പറയാനൊരു അച്ഛനില്ല. പക്ഷെ അവൾ എന്നെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അപ്പനെ ഇല്ലാത്തേ ഉള്ളൂ, എനിക്കൊരു സഹോദരനുണ്ട്. അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമാണ്, കുഞ്ഞേട്ടായി എന്റെ അച്ഛനാണ്, എന്റെ സുഹൃത്താണ്. ഇന്ന് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, എന്റെ അനിയത്തി കഷ്ടപ്പെട്ടതിന്, എന്റെ അനിയത്തിയുടെ കണ്ണുനീരുകൾക്ക് നല്ല രീതിയിലൊരു മാന്യത അധികം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അവള് ആ ഒരു വിവാഹാലോചന വന്ന സമയത്ത് അവൾ എൻ്റെ ഒറ്റ കാര്യം അതിനു മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, അപ്പനും അമ്മയുള്ള ഒരു വീട്ടിലൂടെ എനിക്ക് പോകണം. കാരണം എനിക്ക് അപ്പന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. പ്രാർത്ഥിച്ചു, ദൈവമേ കാര്യങ്ങൾ നടക്കണം. 13 പോയിന്റ് കൃത്യമായിട്ട് എന്റെ പ്രാർത്ഥനാ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചു. ഞാൻ ചോദിച്ചു, ദൈവമേ ഞങ്ങൾ ഉപവാസം എടുക്കുക, ദൈവഗീതം അല്ലെങ്കിൽ ഇതിനൊരു കോള് പോലും വരരുത്. പക്ഷെ ഉപവാസം എടുത്ത ആദ്യത്തെ ദിവസം രാത്രി കോള് വന്നു, അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു, കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം ഒരു ഡേറ്റ് ഉറപ്പിച്ചു. 2023 മെയ് മാസം 18-ാം തീയതി എന്റെ അനിയത്തിയുടെ വിവാഹം ഉറപ്പിക്കുക. മെയ് മാസം 10-ാം തീയതി എൻഗേജ്മെന്റ്. ഞാൻ ഈ ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടി, പെണ്ണ് കാണുന്ന ആ ഒരു പരിപാടിക്ക് വേണ്ടി ഒറ്റ ദിവസം വന്നു, കോളേജിൽ നിന്ന് വന്നു, തിരിച്ചു പോയപ്പോ പിന്നെ എനിക്കറിയാം എന്റെ മാതാവിന്റെ സ്ഥിതി എന്താന്നുള്ള കാര്യം. അമ്മ വേദനിച്ചുകൊണ്ടിരിക്കുക, എനിക്കറിയാം. അമ്മയ്ക്ക് അമ്മയുടെ വിഷമം ആരോടും പറയാൻ പറ്റത്തില്ല, അമ്മ എന്നോടാ പറയുക. ആ സമയത്ത് അന്ന് കല്യാണത്തിന് ക്യാഷ് കാര്യങ്ങളൊന്നും ഇരിക്കുന്നില്ല. അതാ ഞാൻ പറയുന്നത്, വിശ്വാസത്തിന് ചിലത് ചലിപ്പിക്കുവാൻ സാധിക്കുമെന്നൊരു കാര്യം. 2 കാര്യങ്ങളൂടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിന്റെ കൺക്ലൂഷനിലൂടെ ഞാൻ വരാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ അമ്മയും ഞങ്ങളും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ ദൈവം പ്രവർത്തിക്കുമെന്ന്? അമ്മ പറഞ്ഞു, വിശ്വാസമൊക്കെ ഉണ്ട്, നമുക്ക് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടക്കണ്ടേ. അമ്മ കോള് കട്ട് ചെയ്തതിനു ശേഷമായിട്ട് ഞാൻ ആ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ചുറ്റും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിട്ട് ഇരുന്നൊന്ന് കരഞ്ഞു. കർത്താവേ, എങ്ങനെയാ കാര്യങ്ങളെന്ന് എനിക്ക് അറിയത്തില്ല, എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചത്, അവൾ എന്റെ കുഞ്ഞനിയത്തിയാണ്. അവളുടെ കല്യാണം എല്ലാവരും അറിഞ്ഞ് ഒരപ്പന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് നടത്തണം ആഗ്രഹമാണ്. അന്ന് രാത്രികാലം അവിടെ ഇരുന്ന സമയത്ത് ദൈവാത്മാവ് ആഴത്തിൽ സംസാരിച്ചൊരു വാചകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങള്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അന്ന് വാക്യം കേട്ട സമയത്ത് വലിയ വിശ്വാസവും ഒക്കെ ഉണ്ടായിട്ട് ഞാനൊരു കാര്യം എഴുതി വെച്ചു. ഞാൻ എന്റെ ബൈബിളിൽ ഒരു പേപ്പറിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു, കർത്താവെ, ബൊക്കയ്ക്ക് ഇത്ര രൂപ വരും, ഫംഗ്ഷൻ ഇത്ര രൂപ വരും, അവളുടെ ഡ്രസ്സിന് ഇത്ര രൂപ വരും, എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനൊരു 2,95,000 തൊട്ട് ഒരു 3,50,000 വരെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് കിട്ടും. അക്കൗണ്ടിൽ അന്ന് കൂടിപ്പോയ തട്ടിമുട്ടി എല്ലാ കാര്യങ്ങളും നോക്കിയാൽ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ ഒരു 10,000-ന് താഴെ കടം വാങ്ങിയത് എല്ലാം കൂടെ കൂട്ടിയിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ വിളിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അമ്മ ഭയപ്പെടേണ്ട, അമ്മ ഭാരപ്പെടേണ്ട, ദൈവം പ്രവർത്തിക്കും.
പക്ഷെ ആ സമയത്തും കല്യാണത്തിന്റെ കാര്യങ്ങൾ നടക്കുന്ന സമയം വരെയും എനിക്ക് കാര്യങ്ങൾ അറിയത്തില്ല, പക്ഷെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ കൃപയാൽ ഞാൻ വളരെ ചുരുക്കി ഒരു കമ്പിവാചകം പോലെ വിളിച്ചു പറയട്ടെ. മെയ് മാസം 18-ാം തീയതി അവളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് ആ നാട്ടില് ആരും കാണാത്ത രീതിയിൽ, സാക്ഷ്യത്തോട് കൂടിയിട്ട്, ഒരു കുറ്റം പറയാത്ത രീതിയിൽ, ഒരു കടം പറയാത്ത രീതിയിൽ എന്റെ കർത്താവ് ആ വിവാഹം നടത്തി തന്നു. പറയാൻ ഒന്നുമില്ല പ്രിയമുള്ളവരെ. കർത്താവിന് വേണ്ടിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ, നാം അറിയാത്ത വഴികളിലൂടെ, നാം അറിയാത്ത മേഖലകളിലൂടെ ദൈവം നമുക്ക് വേണ്ടി ചിലത് തുറക്കുവാനിടയായി തീരും. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ദൈവാത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ആരെങ്കിലും കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് അവൻ സ്വതന്ത്രം ചെയ്ത് ദൈവത്തിന് താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്രിയുടെ ആ ഒരു ബൈബിൾ കോളേജിലെ 1 ലക്ഷത്തിന്റെ കാര്യം. അതിനുശേഷമായിട്ട് അടുത്ത 1 ലക്ഷം കണ്ടെത്തൽ അടുത്ത വളരെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അമ്മ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ദശാംശം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദശാംശം കൊടുക്കണം. ചെറുപ്പത്തിൽ അതുകൊണ്ട് 10 രൂപ കിട്ടിയ 1 രൂപ ആദ്യം മാറ്റി വയ്ക്കും. അമ്മ അതിനുശേഷമായിട്ട് അമ്മ ഓഹരി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ തീരുമാനം എടുത്ത ചില നാളുകൾ കഴിഞ്ഞപ്പോ, ഞാൻ കോവിഡ് ടൈമിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് കോട്ടയത്ത് നിന്നൊരു ഫാമിലി വയനാട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വളരെ യാദൃച്ഛികമായി അവര് ഭവനത്തിലോട്ട് കടന്നു വന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ഞങ്ങളോട് നല്ലൊരു ആത്മബന്ധം ഉള്ളതാ. അവർ വന്നിട്ട് ചോദിച്ചു, ബൈബിൾ കോളേജിലല്ലേ പഠിക്കുന്നത്, ഇനി എത്ര രൂപ കൊടുക്കാനുണ്ട്? ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപയുടെ കൊടുക്കാനുണ്ട്. അന്ന് അവര് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ 1 ലക്ഷം രൂപയെ കുറിച്ച് ഭാരപ്പെടേണ്ട, ആ 1 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന്. എന്നാന്നറിയാമോ, 2024 മാർച്ച് മാസം 18-ാം തീയതി ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ പ്രിയമുള്ളവരെ, 4 ലക്ഷത്തിലധികം രൂപ പറഞ്ഞ സ്ഥാനത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആകെ ചെലവായത് 10,000-ൽ താഴെ. 2,000 രൂപ മാത്രമേ കയ്യിലുള്ളൂ. വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് വെച്ചതാണ്. ആ വിശ്വാസത്തിന് ചിലതിനെ ചലിപ്പിക്കുവാൻ സാധിക്കും. ആ കുടുംബം അങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് എനിക്ക് അറിയത്തില്ല എങ്ങനെ ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അന്ന് ഞാൻ കരഞ്ഞുപോയി. കർത്താവെ, ഈ ബലഹീനനായ മനുഷ്യനെ ഇങ്ങനെ ഉപയോഗിക്കുന്നുവല്ലോ. അങ്ങനെ ഇരുന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഗ്രാജുവേഷന്റെ സംഭവം നടക്കുക. ഞാൻ പറഞ്ഞു വന്നത്, അനീതിയുടെ ഒരു കല്യാണം, 1 രൂപ പോലും കടവില്ലാത്ത രീതിയിൽ. എത്രയാണോ ഞാൻ ആ ബൈബിളിൽ എഴുതി വെച്ചത്, 2,95,000 തൊട്ട് 3,50,000 വരെയുള്ള എല്ലാ ചെലവുകളും, എല്ലാ കാര്യങ്ങളും ദൈവാത്മാവ് വഴി നടത്തി. ആ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വിശ്വാസത്തിലൂടെ വരുന്ന സമയത്തിന് മുമ്പ് കളിയാക്കി പലരുമുണ്ട്. പക്ഷെ അന്ന് അവർ പറഞ്ഞ കാര്യമുണ്ട്, അവളുടെ കല്യാണം അത് ആ നാട്ടില് എല്ലാവരും പറഞ്ഞ കാര്യം ദൈവ സാന്നിധ്യത്തിൽ നടന്നൊരു കല്യാണമായിരുന്നു. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമായിട്ട് എന്റെ കുഞ്ഞിന്, അവൾക്ക് ദൈവം കൊടുത്തത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അപ്പനെയും അമ്മയും ആ ഒരു ഭർത്താവിനെയും സഹോദരനെയാണ്. പപ്പയുടെ പേര് ബേബി എന്നാണ്, ജേക്കബ് എന്ന് വിളിക്കും. അമ്മയുടെ പേര് പ്രീത എന്നാണ്. അളിയന്റെ പേര് അബിദാൻ, അളിയന്റെ അനിയന്റെ പേര് എലിയാസഫ്. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ആ ബന്ധം. കർത്താവ് അവരും സാധാരണക്കാരായ കുടുംബമായിരുന്നു. പക്ഷെ ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന, നാട്ടില് മറ്റുള്ള മുമ്പ് സാക്ഷ്യമുള്ള ഒരു കുടുംബത്തിലൂടെ എന്റെ കുഞ്ഞ് കടന്നുപോയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് വെക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ദൈവം ആർക്കും കടക്കാരനല്ല. പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു തുള്ളി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവം കണ്ണുനീരിനെ കാണുന്ന ദൈവമാ. ആ ദൈവത്തിന്റെ തുരുത്തി നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ആ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ. ആ ദൈവം അങ്ങനെയെങ്കിൽ താങ്കളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2024 മാർച്ച് മാസം 18-ാം തീയതി ഗ്രാജുവേഷൻ നടക്കുക. ഗ്രാജുവേഷൻ നടക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹമായിരുന്നു, എന്റെ ഫാമിലി, ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഞങ്ങളുടെ വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ചർച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചുമായിട്ട് ലയിച്ച് ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ് ആയിട്ട് മാറിയ ഒരു സമയം. പാസ്റ്റർ EV ജോണ്, പാസ്റ്ററുടെ ആന്റി ഡേസി, പ്രിയമുള്ളവരുടെ ഒരു സഹകരണം ആ സമയത്ത് എനിക്ക് വളരെ ഒരു ഉപകാരമാണ്. പ്രിയമുള്ളവരെ കൂടി ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുക, നാട്ടിലോട്ട് കടന്നു വന്ന സമയത്ത് അവസരങ്ങൾ നൽകിയതും, ആ സമയത്ത് കല്യാണമൊക്കെ കല്യാണം നടക്കുന്ന സമയത്താണ് ഈ ഏജുമായിട്ട് ഞങ്ങൾ മാറുന്നത്. അപ്പം നമ്മുടെ മെയിൻ പാസ്റ്റർ അദ്ദേഹം അമേരിക്കയിലോട്ട് പോയേക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് പ്രിയ ജോൺ പാസ്റ്ററും ആന്റിയും ആ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരപ്പനെ പോലെ ഒരു അമ്മയെ പോലെ കൂടെ നിന്ന സമയത്ത് അന്ന് കുറച്ച് ബന്ധങ്ങൾ കൂടെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ കാണാത്ത കുറച്ച് സഹോദരങ്ങള്, അന്ന് അത്രയും ആളുകള് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുക. ആ കല്യാണത്തിനൊക്കെ സമയത്ത് ഒരാഴ്ച തൊട്ട് മുമ്പേ വീട്ടിലെ ആളുകൾ ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത്
അപ്പോ ഈ സമയത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ്, ചുള്ളിയോട്, ദൈവസഭയോടെ ഞാൻ ഓർക്കുക. കാരണം എന്താ വെച്ചാൽ എന്റെ ഈ ഒരു ജേണിയിൽ എനിക്ക് അവർ ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്റെ ഈ ഒരു ആത്മീക ഈ ഒരു മേഖലയിൽ എനിക്ക് അവർ ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്നെ പഠിപ്പിച്ച എന്റെ പ്രിയമുള്ളവര്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്റെ ഒരു ആഗ്രഹമാണ്, ഗ്രാജുവേഷൻ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ എനിക്ക് ഇവിടെ കൊണ്ടുവരണം. ഞാൻ വയനാട് സ്ഥലം, പഠിച്ചത് പത്തനംതിട്ടയാണ്. വയനാട് നിന്ന് പത്തനംതിട്ടയിലൂടെ ആളുകൾ കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും. അന്ന് ഏകദേശം ഇവരെ കാര്യങ്ങളെല്ലാം നോക്കിയ സമയത്ത് ലിസ്റ്റ് എടുത്ത സമയത്ത് എന്റെ ആഗ്രഹമാണ് ഫാമിലിയിൽ എല്ലാവരെയും കൊണ്ടുപോകണം, ചർച്ചിലെ പറ്റുന്ന പ്രിയമുള്ളവരെയും കൊണ്ടുപോകണം. അന്ന് ഞാൻ ദൈവസേനയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കർത്താവേ, ഞാൻ അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് 40 പേര് എന്റെ ഫാമിലിയിൽ നിന്നുണ്ട്. ഏറ്റവും അധികം പേര് അന്ന് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് പങ്കെടുക്കുന്നത്. പക്ഷെ അടുത്ത ചോദ്യം, എങ്ങനെയാ ഗ്രാജുവേഷനുള്ള പൈസ കണ്ടെത്തുക? ഒറ്റ കാര്യം, അന്ന് നോക്കിയ സമയത്ത് 110 രൂപ എന്റെ അക്കൗണ്ടിലുള്ള 110 രൂപ. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു 110 രൂപയുടെ വില അവൻ അത്രമാത്രം വലുതാന്നുള്ള ആ ഒരു ബോധ്യത്തോടെ തന്നെ വിളിച്ചു പറയട്ടെ. അന്ന് ഞാൻ ആ കണ്ണുനീരോട് കൂടിയിട്ട് എന്റെ പ്രാർത്ഥനാ ഡയറിയിൽ ഒരു പോയിന്റുകളായിട്ട് എഴുതി വെച്ചു. ഗ്രാജുവേഷൻ അവർ പ്ലാൻ ചെയ്തു, അവർ പൈസ എടുത്തോളാം. ഫാമിലി പറഞ്ഞു ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഓരോരുത്തരും 1000-1500 രൂപ എടുത്ത് കാര്യങ്ങൾ ചെയ്തോളാം. ഏകദേശം 20,000 രൂപ വണ്ടിക്കൂലി, നാട്ടിൽ നിന്ന് അവിടെ വരെ വരണം. 20,000 രൂപ വണ്ടിക്കൂലി. അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം. ഞാൻ പറഞ്ഞു അത് വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് ദൈവം എനിക്ക് ഒരുക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ള എന്റെ ഉത്തരവാദിത്വം. ഞാൻ പ്രാർത്ഥിച്ചോളാം, ദൈവം പ്രവർത്തിക്കും. അങ്ങനെ നാട്ടിലൂടെ ഞാൻ കടന്നുപോയി. അന്ന് ആഗ്രഹമുണ്ട്, പുതിയ ഷർട്ട് വേണം, പുതിയ കോട്ട് വേണം, പുതിയ ഷൂ വേണം, കാര്യങ്ങൾ വേണം. ഞാൻ എന്റെ പ്രാർത്ഥന ഡയറിയിൽ എഴുതി വെച്ചു എന്റെ ആവശ്യങ്ങള്. ഇതാ എന്റെ ആഗ്രഹങ്ങള്, ഇതാ എന്റെ ആവശ്യങ്ങള്. എനിക്ക് പറയാൻ വേറെ ആരുമില്ല, എനിക്ക് എന്റെ അപ്പം മാത്രമേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഷർട്ടിന്റെ ഒരു കാര്യം ഞാൻ അവിടെ എഴുതി വെച്ചു പോവാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഷർട്ട് പഴയതിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതങ്ങ് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചു, ഇപ്പൊ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഷർട്ട്? അങ്ങനെ ഞാൻ നാട്ടിലോട്ട് പോവുക. നാട്ടിലോട്ട് പോയിട്ട് ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട രീതിയിൽ എനിക്കറിയാം അടുത്ത മുന്നോട്ടുള്ള മിനിസ്ട്രി എങ്ങനെയാണെന്നൊരു വ്യക്തത ദൈവാത്മാവ് നൽകി. പക്ഷെ ഈ ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു പൈസയുമായി ബന്ധപ്പെട്ട രീതിയിലും മറ്റുള്ള പല കാര്യങ്ങൾ നടത്തേണ്ട സമയത്തും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ ഇരുന്നിട്ട്, കർത്താവ് എങ്ങനെയാ? 3 ദിവസം ഞാൻ ഉപവാസം എടുത്തു. 3 ദിവസം, ആ ഒരു 3 ദിവസത്തെ ഉപവാസം എന്റെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ്. ഏതൊക്കെ സമയത്ത് ഞാൻ 3 ദിവസം ഉപവാസം എടുത്തിട്ടുണ്ടോ, ഏതൊക്കെ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുണ്ടോ, അന്നൊക്കെ ഞാൻ ചിന്തിക്കാത്ത മേഖലയിലൂടെ ദൈവാത്മാവ് എനിക്ക് വേണ്ടി വഴി തുറന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നാട്ടിൽ പോയി ഒരു 3 ദിവസം ഉപവാസം എടുത്തു. ആദ്യത്തെ ദിവസം ഞങ്ങളിങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് അന്ന് ജോയി പാറയ്ക്കൽ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ നമ്മുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടില് അവിടെ വന്നേക്കുക, അവിടെ ഒരു കൺവെൻഷന് വേണ്ടിയിട്ട്. ഞാൻ ഉപവാസം കഴിഞ്ഞ് പോയ സമയത്ത് അദ്ദേഹം എനിക്ക് 2 വാക്യങ്ങൾ എടുത്തു വന്നു. ഒരു വാക്യം ഇങ്ങനെയായിരുന്നു, ഉൽപ്പത്തി ദിവസം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഞാൻ നിന്റെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. കൺഫർമേഷൻ അപ്ലൈ കിട്ടി. രണ്ടാമത്തെ കാര്യം, രണ്ടാമത് ഒന്നുകൂടി അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എനിക്കൊരു വാക്യം കൂടി എടുത്തു വന്നു. ഞാൻ പ്രാർത്ഥിച്ചത് എന്തുവാ? ഗ്രാജുവേഷന് ക്യാഷ് ഉണ്ടാവണം, ഗ്രാജുവേഷന്റെ കാര്യങ്ങളെല്ലാം ശരിയാകണം, എന്റെ പ്രിയമുള്ളവർ എനിക്ക് കൊണ്ടുവരണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ് ഒരു സെക്യുലർ ഡിഗ്രിയേക്കാൾ ആ ഒരു തിയോളജിക്കൽ ഡിഗ്രി ആഗ്രഹിച്ച ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് രണ്ടാമത്തെ വാക്യം അതിങ്ങനെയായിരുന്നു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. ഞാൻ ദിവസം അപ്പൊ തന്നെ 3 ദിവസം ഉപവാസത്തിന്റെ ആദ്യത്തെ ദിവസം ഞാൻ തീരുമാനം എടുത്തു, കർത്താവെ നന്ദി, അങ്ങ് പ്രവർത്തിച്ചെന്ന്. അങ്ങനെ അതിനുശേഷമായിട്ട് ഉപവാസം എല്ലാം കഴിഞ്ഞ ഞാനിങ്ങനെ അടുത്ത ദിവസം കോളേജിലോട്ട് മടങ്ങി പോവുക. വളരെ യാദൃച്ഛികമായിട്ട് എനിക്കറിയുന്ന ഒരു ചേച്ചി, ഞങ്ങള് ഒത്തിരി സംസാരിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹം എന്റെ അക്കൗണ്ടിലോട്ട് ഒരു 15,000 രൂപ ഇട്ടു. എനിക്കറിയത്തില്ല പ്രിയമുള്ളവരെ. അതിനുശേഷമായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു സമയത്ത് ഡ്രസ്സിന് വേണ്ടി ആഗ്രഹിച്ചു, ഞാൻ പറഞ്ഞ ഷർട്ടിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് ഞാൻ വെട്ടിക്കളഞ്ഞു. അളിയനും അവരും വീട്ടിലോട്ട് വന്നൊരു സമയത്ത് അന്ന് ഗ്രാജുവേഷൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് വാങ്ങിക്കൊണ്ട് വന്നു. എനിക്കാണെങ്കിൽ ഈ 300-ന്റെയും 200-ന്റെയും 400-ന്റെയും ഷർട്ട് ഇട്ടിട്ടേ ശീലമുള്ളൂ. പറഞ്ഞത് വലിയ എന്തോ കാര്യമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അന്ന് ആദ്യമായിട്ട് 2,500 രൂപയുടെ ഒരു ഷർട്ടുമായിട്ട് അവർ വന്നേക്കുക. അപ്പൊ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്താണെന്നറിയാമോ, ഇതുവരെ അങ്ങനത്തെ ഷർട്ട് ഇട്ടിട്ടില്ല. ഇതുവരെ ഇട്ടത് 500 രൂപയുടെ താഴെയുള്ള ഷർട്ടാ. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഞാൻ വെട്ടിക്കളഞ്ഞൊരു വിഷയമാണ്, കർത്താവേ ഇത് ഷർട്ട് ഇപ്പൊ ഉണ്ടല്ലോ, പഴയത് മതിയല്ലോ. അമ്മയുടെ മറ്റൊരു അനിയത്തി പറഞ്ഞു, നിനക്കുള്ള ഗ്രാജുവേഷനുള്ള ഷർട്ട് എന്റെ വകയാ. ഓരോരുത്തരെ ഏറ്റെടുത്തു.
ഇന്ന് ഇവിടെ നിന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്റെ കണ്ണ് നിറയുക. കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല, ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർക്കുന്ന സമയത്ത് ഞാൻ വെട്ടിക്കളഞ്ഞത്, ഞാൻ നടക്കത്തില്ലെന്ന് ചിന്തിച്ചത്, ആ വിഷയത്തിന് മതി എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, താങ്കളുടെ ഏത് ചെറിയ വലിയ വിഷയമാണെങ്കിലും പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവത്തിൽ താങ്കളും വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയും. ആ ഒരു വാക്യം 2023 ഏറ്റവും ഒടുവിലായിട്ട് എനിക്ക് കിട്ടിയ വാക്യം. അതിനുശേഷം വിശ്വാസത്തെ ചോദന ചെയ്യുന്ന പല പല രീതിയിലുള്ള കാര്യങ്ങളാണ്. അനീതിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ വ്യത്യസ്തമായ വിവിധ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് വിശ്വാസമാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും വിശ്വാസമാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാർച്ച് മാസം 18-ാം തീയതി ഗ്രാജുവേഷൻ നടക്കുക. ഗ്രാജുവേഷൻ നടക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ക്യാഷിന്റെ കാര്യം ഏകദേശം ഓക്കെ ആയിട്ടില്ല. കാരണം കുറച്ച് ക്യാഷ് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ചെലവായി. അപ്പോ അങ്ങനെ എല്ലാവരും വന്നു, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. തിരിച്ച് ഗ്രാജുവേഷനുകൾ വളരെ മനോഹരമായിട്ട് നടക്കുക. ഈ സമയത്ത് ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയട്ടെ. അന്ന് ഹീബ്രുവിന് വട്ടപൂജ്യം എന്ന സാറ് പറഞ്ഞ അതേ മനുഷ്യന് തന്നെ ആ കോളേജിലെ അക്കാഡമിക് എക്സലൻസി അവാർഡ് എന്ന് പറയുന്ന 3 സർട്ടിഫിക്കറ്റുകൾ എന്റെ ദൈവം എനിക്ക് നൽകുവാനിടയായി തീർന്നു. പറഞ്ഞു വന്നത് എന്റെ കഴിവ് ഉയർത്തുവാൻ വേണ്ടിയിട്ടല്ല, പറഞ്ഞു വന്നത് ഞാൻ ആരാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ബലഹീനനെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. അവൻ ജ്ഞാനമില്ലാത്തതിനെ ജ്ഞാനിയാക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ന് ആ കോളേജിലെ സാക്ഷ്യത്തോട് കൂടിയിട്ട് തല ഉയർത്തിപ്പിടിച്ച നിൽക്കുന്ന സമയത്ത് ആ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് മാർച്ച് മാസം 18-ാം തീയതി അങ്ങനെ നാട്ടിലൂടെ തിരിച്ചു പോവുക. നാട്ടിലൂടെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ കുറച്ച് കസിൻസ് ഉണ്ട്, ഭയങ്കര കമ്പനിയാണ്. അവർ വന്ന് ചോദിച്ചു, എടാ പൈസയുടെ കാര്യം എന്തുവായി? ഞാൻ പറഞ്ഞു ഓക്കെ ആകും, ദൈവം പ്രവർത്തിക്കും. പിറ്റേന്ന് രാവിലെ എനിക്കറിയത്തില്ല, നാട്ടിലെത്തിയപ്പോ വണ്ടിക്ക് കൊടുക്കാനുള്ള 20,000 രൂപയാണ്. അവർ 17,000 രൂപ മതിയെന്ന് പറഞ്ഞു. 17,000 രൂപ എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ വണ്ടിക്കൂലി കൊടുക്കുവാൻ ദൈവം എന്നെ പ്രാപ്തമാക്കിയെങ്കിൽ അന്ന് അതിന് തൊട്ടു മുമ്പുള്ള ഓരോ കാര്യങ്ങളും എന്നെ പഠിപ്പിക്കുവാൻ തുടങ്ങി. വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയും. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെസ്സേജ് എപ്പോഴാണോ താങ്കൾ കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സാക്ഷ്യം കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, വിശ്വസിക്കുവാൻ താങ്കൾ ഇന്നൊരു സ്റ്റെപ്പ് എടുക്കുവാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്താക്കാൻ പറ്റും? താങ്കളുടെ ജീവിതത്തിൽ അസാധാരണമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. സകലത അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട് യാതൊരു വഴിയുമില്ലാതെ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവരോട് ദൈവാത്മാവിന്റെ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ദൈവത്തിന് സകലവും സാധ്യമാണ്. ദൈവത്തിന് സകലവും സാധ്യമാണ്. വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. അങ്ങനെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. വളരെ മനോഹരമായ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് വന്ന സമയത്ത് അടുത്ത ചോദ്യം, കർത്താവേ അടുത്തത് എന്തുവാ? കോളേജുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ട്, കോളേജിൽ പ്ലേസ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല അടുത്ത 2 മാസം എങ്ങനെയാ കാര്യങ്ങൾ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അനിയത്തിയുടെ ആനിവേഴ്സറി ഡേ ആണ്. ഗ്രാജുവേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു ആനിവേഴ്സറി ദിവസം. 2023 അവരുടെ മാരേജ് കാര്യങ്ങൾ കഴിയുന്നത്. 2024 മെയ് മാസം 18-ാം തീയതി എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ കോളേജുമായി ബന്ധപ്പെട്ട രീതിയിലാണ്. ഞാൻ വിചാരിച്ചു കേരളത്തിൽ തന്നെ ആയിരിക്കും, കേരളത്തിൽ തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മലബാറിൽ നിൽക്കാനായിരുന്നു അന്ന്. പക്ഷെ അതിനുശേഷമായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങൾ ഇവർ പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു ഒഡീഷ ബൈബിൾ കോളേജിലോട്ട് അവർ ഫാക്കൽറ്റി ആയിട്ട് വിടാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഒഡീഷ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും പലരും പറഞ്ഞൊരു കാര്യം, അവിടെ വളരെ പ്രശ്നങ്ങളാ, വളരെ ബുദ്ധിമുട്ടുകളാ, വളരെ ചലഞ്ചുകളാ. അവിടേക്ക് കൂടെ ഞാൻ എന്തോ ചെയ്യുക? അടുത്ത ചോദ്യം, പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനാ വിഷയം ഇങ്ങനെയായിരുന്നു, അമ്മയെ ഇനിയും ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ആ സമയത്ത് ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോളേജിലെ ആന്റി മേഴ്സി ആന്റി ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങൾ, പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ അമ്മയെ കുറിച്ച് എനിക്ക് വളരെ ഒരു ഭാരമുണ്ട്. കാരണം എന്നെ ഇതുവരെ വളർത്തിയത് എന്റെ അമ്മ. ഇന്നും ഞാൻ പറയട്ടെ, എന്റെ അമ്മ കടന്നുപോയ ആ ഒരു വേദനകളും കാര്യങ്ങളും ഓർക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്കൊരു ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മയെ മറക്കാൻ പറ്റത്തില്ല. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ബൈബിൾ കോളേജിലായിരുന്ന 2 വർഷം. എനിക്കറിയാം ഞാൻ കോളേജിലിരുന്ന് കരയുക, അമ്മ വീട്ടിലിരുന്ന് കരയുക. പക്ഷെ ആ മാതാവിന്റെ കരച്ചിലാണ് എന്നെ എന്താക്കിയത് ഇന്ന് ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അടുത്തത് എങ്ങനെയാ? കാര്യങ്ങൾ അറിയത്തില്ല. അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, അമ്മയുടെ അനീതിമാര് പറഞ്ഞു നല്ല സഹകരണ, കുടുംബക്കാർ നല്ല സപ്പോർട്ടാ. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാം അമ്മയെ, അമ്മ മാറി മാറി നമ്മുടെ ഒരു വീട്ടിൽ നിൽക്കട്ടെ. അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസം 27-ാം തീയതി നാട്ടിൽ നിന്ന് ഞാൻ ഒഡീഷയിലോട്ട് കയറുന്ന സമയത്ത് അന്ന് ഒഡീഷയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അന്ന് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. എന്താ നോർത്ത് ഇന്ത്യ എന്ന് അറിയത്തില്ല.
എന്റെ വിഷൻ നോർത്ത് ഇന്ത്യ അല്ല. ഇവിടെ അങ്ങനെ ഇന്റർവ്യൂവിന്റെ ടൈമിൽ ഇവിടെയുള്ള കർത്താവിന്റെ ദാസൻ പാസ്റ്റർ BD ബാബു, സിസ്റ്റർ ബിന്ദു, പ്രിയമുള്ളവര്, അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം, ആ ഒരു കാര്യങ്ങളെല്ലാം എന്നെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഒരു സാധാരണക്കാരനായിട്ട് വയനാടിന്റെ മൂലയിൽ ഒതുങ്ങുവാനിരുന്ന ഈ ഒരു മനുഷ്യനെ ദൈവം എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? യാതൊരു കഴിവുമില്ലാത്ത ഞാന് ഇന്ന് ചില കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. യാതൊരു കഴിവുമില്ലാത്ത ഞാന് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സമയത്ത്, ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ആ 3ാം ക്ലാസ് ജയിക്കുമോ എന്ന് ചിന്തിച്ച മനുഷ്യനിൽ നിന്ന് ഇവിടം വരെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നടത്തിയ ദൈവം, ആ ദൈവം മഹാനായ ദൈവമാ. പലപ്പോഴും വീണ് പോകുമെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിലും ഇന്ന് 5 മാസം പൂർത്തീകരിക്കുക. ഒഡീഷയിൽ 5 മാസം പൂർത്തീകരിക്കുമ്പോഴും എന്റെ മാതാവിനെ കുറിച്ചുള്ള വേദനകളും ചിന്തകളും ഒക്കെ എന്റെ മനസ്സിൽ എന്നെ അലട്ടുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇത് ഇവിടെ എനിക്ക് ചിലത് നഷ്ടപ്പെട്ടാലും അവിടെ അവൻ എന്റെ മാതാവിന് സ്വന്തം ഒരു കിരീടം കൊടുക്കുന്ന, എന്റെ മാതാവിനെ ദൈവം മാനിക്കുന്ന ഒരു സമയമുണ്ട്. സ്വന്തം കർത്താവിന് വേണ്ടിയിട്ട് സ്വന്തം ചെയ്യുന്നു. എന്റെ മാതാവ് അങ്ങനെ ഒരു സാക്രിഫൈസ് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്റെ അമ്മയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒത്തിരി വേദനകളുണ്ട്, എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന സമയത്തും പലപ്പോഴും അമ്മയെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ അലട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചത്, കർത്താവ് അയക്കുന്നോട് പോകാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 ഞങ്ങൾ ഒരു യൂത്ത് മിനിസ്ട്രി ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, റേഡിയന്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിസ്ട്രി. ആ മിനിസ്ട്രി ഇന്ന് 3 വർഷം, കർത്താവ് അനുവദിച്ച ഡിസംബർ മാസം 18-ാം തീയതി അത് 3 വർഷത്തിലൂടെ പോവുകയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ആ ഒരു മിനിസ്ട്രി അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദർശനം ഒറ്റ ഒന്നുള്ളൂ, ജോലിയോട് കൂടിയിട്ട് കർത്താവിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ ട്രെയിൻ ചെയ്യണം. അങ്ങനെ ആ ഒരു ലീഡർഷിപ്പ് കാര്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2024 ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഒരു ബാച്ചിലൂടെ വിവിധ പ്രോഗ്രാംസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തു. മോർണിംഗ് പ്രേയേഴ്സ്, നമ്മുടെ സൺഡേ സർവീസ്, അങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന സമയത്താണ് ദൈവം മറ്റൊരു ദർശനം നൽകിയത്, സത്യവചനത്തെ സൗജന്യമായിട്ട് പഠിപ്പിക്കണം. ബൈബിൾ കോളേജിൽ പോകാനുള്ള ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് നൽകി. ഒത്തിരി ആളുകൾക്ക് ആഗ്രഹമുണ്ട്, ഒത്തിരി ആളുകൾ ബൈബിൾ കോളേജിൽ കടന്നു വരാനുള്ള ചിന്തയുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും കഴിയാത്ത ഒരു മേഖലയുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കണം. ഇവിടെ വന്ന സമയത്ത് ആ റേഡിയന്റ് ജനറേഷന്റെ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ആദ്യത്തെ ബാച്ചിൽ 56 പേര് ജോയിൻ ചെയ്തു. ആ ബാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ അതിന്റെ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. 51 പേര് അതിൽ ജോയിൻ ചെയ്തു. ചെറിയ കാര്യമാണ്, വലിയ ഒരു ചരിത്രമോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഈ ചെറിയ തുടക്കങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഇന്നൊരു അധ്യാപകനായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ദൈവം ആ ഒരു ദർശനത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ എന്റെ വാക്കുകളെ അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് പ്രത്യേകമായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് വിളിച്ചു പറയാനുള്ള ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, താങ്കളായിരിക്കുന്ന സാഹചര്യം എത്ര ദുർഘടമാണെങ്കിലും താങ്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് താങ്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയാണെങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം വഴിയിൽ വിട്ട് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പലരും ഉപേക്ഷിച്ചിട്ടുണ്ടാകും. പലരുടെ വാക്കുകൾ താങ്കളെ പുറകോട്ട് വലിച്ചിട്ടുണ്ടാകും. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് യവനക്കാരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരെ പോലെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാലഘട്ടത്തിൽ വ്യത്യസ്തമായി അഭിഷേകത്തോട് കൂടിയിട്ട്, അധികാരത്തോട് കൂടിയിട്ട് ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ഉണർവിന്റെ വക്താവായിട്ട് മാറുവാൻ വേണ്ടിയിട്ട് താങ്കളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വലിയത് ചെയ്യുക. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ആരെങ്കിലും അത്തരത്തിലൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിന് എന്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് ഈ 24 വയസ്സുകാരനായ ഈ ഒരു മനുഷ്യന് പറയുവാൻ വലിയ എക്സ്പീരിയൻസുകൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതുവരെ നിന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണെങ്കിൽ, ഇതുവരെ വന്നത് ദൈവത്തിന്റെ ദയ കൊണ്ട് മാത്രമാണെങ്കിൽ, ഏത് സാഹചര്യത്തിലും ദൈവ സാന്നിധ്യത്തിന് നമ്മെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഈ വചനം എടുത്തവരാരും വീണു പോയിട്ടില്ല. ഈ വചനം എടുത്തവരാരും തളർന്നു പോയിട്ടില്ല. ഈ വചനം എടുത്തവരെ ഉയർത്തിയ സ്വർഗം ഈ വചനം എടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ താങ്കളെയും മാനിക്കുവാൻ പ്രാപ്തമാണ്. പ്രിയമുള്ളവരെ, പ്രിയ യവനക്കാരെ, പല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളോട് നോ പറയേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഇന്ന് എന്നെ കേൾക്കുന്ന യവനക്കാരോ പ്രായമുള്ളവരായ ആളുകളോട് ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, സാധാരണ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അസാധാരണമായിട്ട് ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായിട്ട് കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര ബലഹീനമാണെങ്കിലും എനിക്ക് എപ്പോഴും ഒരു ഉത്തരം എങ്ങനെയാ, നാളത്തെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നലെയുള്ള എന്റെ അനുഭവങ്ങളാണ്.
എനിക്ക് എന്റെ നാളെയെ കുറിച്ച് അറിയത്തില്ല, പക്ഷെ എന്റെ ഇന്നലകൾ എനിക്കൊരു ബോധ്യമുണ്ട്. ഇന്നലെ വരെ നടത്തിയ ദൈവത്തിന് അവൻ നാളെയും നടത്തുവാൻ പ്രാപ്തനായ ആ ദൈവമാ യേശു ക്രിസ്തു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാ. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ സേവിക്കുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനെയല്ല. ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, കണ്ണുണ്ടെങ്കിലും കാണാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെയല്ല. ഇസ്രായേലിന്റെ പരിപാലകനായ, മയങ്ങാത്ത ഉറങ്ങാത്ത ദൈവത്തെ സേവിക്കുന്ന ദൈവജനത്തോട് ഈ ഒരു സമയത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തു ഇല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ, ക്രിസ്തു ഇല്ലാത്ത അനുഭവത്തിലൂടെ അന്ന് 8 വയസ്സുകാരൻ കടന്നുപോയ ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് ആ 8 വയസ്സുകാരനെ ഇന്ന് ഈ ഒരു നിലവാരത്തിലൂടെ കർത്താവ് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് പറയുവാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ദൈവത്തിന് താങ്കളെയും ഉപയോഗിക്കുവാൻ സാധിക്കും. തള്ളപ്പെട്ട ചിലതിനെ, ബലഹീനമായ ചിലതിനെ, ഭോഷത്വമായ ചിലതിനെ, ജ്ഞാനമുള്ള ചിലതിനെ ലജ്ജിപ്പിക്കാൻ ദൈവത്തിന് അതിനെയാ ആവശ്യം. തകർന്നിരിക്കുന്ന ഏതെങ്കിലും പാത്രങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിലെ ചില നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പിതാവ് നഷ്ടപ്പെട്ട ഈ ഒരു മനുഷ്യനെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയാൻ ഒരു കാര്യമുണ്ട്. ഭൂമിയിലെ അപ്പൻ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, സ്വർഗത്തിലെ അപ്പൻ ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും പ്രവർത്തിക്കുവാൻ പ്രാപ്തനാണ്. ആ ദൈവത്തിന് ഇന്നും താങ്കളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, കടന്നുപോയ ജീവിത സാഹചര്യങ്ങള്, കടന്നുപോയ അവസ്ഥകള് ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഓർക്കുക, താങ്കളുടെ ജീവിതത്തിൽ ഇന്നൊരു പെയിൻ ഇല്ലാതെ, ഒരു ടെസ്റ്റ് ഇല്ലാതെ നാളെ താങ്കൾക്ക് സാക്ഷ്യമാകുവാൻ കഴിയുകയില്ല. ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെടൽ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം അത് ദർശനത്തിന്റെ പൂർത്തീകരണത്തിലൂടെ കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് എനിക്കിവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. അടുത്തത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒറ്റ കാര്യം മാത്രം, കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ ഒരു ശുശ്രൂഷകനായിട്ട്, കർത്താവിന്റെ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് മാറണം. അതിന് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ഈ സമയത്ത് ചില പ്രിയമുള്ളവരോട് നന്ദി പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനൊരു അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിനോടുള്ള നന്ദിയെയാണ് ഞാൻ പറയുന്നത്. കാരണം യാതൊരു കഴിവുമില്ലാത്ത ഈ ഒരു മനുഷ്യന്റെ സാക്ഷ്യത്തെ, ചിലരുടെയൊക്കെ ജീവിതത്തെ ഒരു സ്വന്തം ചലനമാക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. വില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാണ്? വില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഞാൻ മരിച്ചു കഴിഞ്ഞാലും വില്ലിയെ കുറിച്ച് നിങ്ങൾ ഓർക്കരുത്, വില്ലിയുടെ ദൈവത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഒരുപക്ഷെ സനൂക്കി ചേരിൽ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ പേര് നിങ്ങൾ മറന്നുപോയാലും, രൂപം നിങ്ങൾ മറന്നുപോയാലും, നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും യേശുവിനെ വിളിക്കുക. വിളിക്കുന്നവനെ അടുക്കലോട്ട് വരുന്ന യേശു കർത്താവിന് താങ്കളുടെ ജീവിതത്തിലും ഇന്ന് ചിലത് പ്രവർത്തിക്കുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയ കർത്താവിന്റെ ദാസനോടും ടീമിനോടുമുള്ള നന്ദിയെ ഞാനൊരു സമയത്ത് അറിയിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷയെ കർത്താവ് ശക്തമായിട്ട് മാനിക്കട്ടെ. അനേകരുടെ മുമ്പാകെ ഈ ഒരു ശുശ്രൂഷ അനേകരെ തീച്ചുളയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കാരണമായിട്ട് മാറട്ടെ. പ്രിയ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരോടും അതുപോലെ ഈ ഒരു അരോമ ടിവിയോടുമുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ കുടുംബം, എൻ്റെ പ്രിയമുള്ളവർ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങള്, എൻ്റെ ചേട്ടായിയുടെ പേര് വർഗീസ് എന്നാണ്, അളിയൻ, പെങ്ങള്, അതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചുള്ളിയോട് ചർച്ച്, IBC ഫാമിലി, ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് ഫാമിലി. എന്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഇവിടെ നിന്ന് പുറകോട്ട് നോക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിലും കടന്നു വന്ന വ്യക്തികളോട്, അവരുടെ ആരുടെ പേര് ഞാൻ പറയുമല്ല, താങ്കൾക്ക് എന്റെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. താങ്കൾ അന്ന് ചേർത്ത് പിടിച്ചതിന്, താങ്കളന്ന് ആശ്വസിപ്പിച്ചതിന്, താങ്കളന്ന് ബലപ്പെടുത്തിയതിന്, താങ്കളന്ന് കൈകൊണ്ട് പ്രോത്സാഹിപ്പിച്ചതിന്, മുന്നോട്ട് നടത്തിയതിന് ഒത്തിരി സ്നേഹം മാത്രം. പ്രത്യേകമായിട്ട് ഇപ്രകാരം ഒരു അവസരം നൽകിയ പ്രിയ കർത്താവിന്റെ ദാസനോടും ടീമിനോടുമുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള അരോമ ടിവിയുടെ പ്രേക്ഷകരോട്, താങ്കൾ ചെലവാക്കിയ സമയം വെറുതെയല്ല. താങ്കളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. താങ്കളുടെ ജീവിതത്തിലും ഇതേ സാക്ഷ്യങ്ങളിലൂടെ, ഇതേ അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പ് അവർ സാക്ഷ്യമാകുവാൻ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ദർശന ലക്ഷ്യത്തിലേക്ക് ഉള്ളതായ ജീവിതയാത്രയിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വഴികൾ ഒന്നും മറന്നു പോകാതെ ഓർത്ത് ദൈവസന്നിധിയിൽ പറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം കണ്ടെത്തിയത് ഓർത്ത്
ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സനുവിനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചെറുപ്പത്തിൽ തന്നെ, ബാല്യത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ടു. ഏറെ ഒറ്റപ്പെടലുകളും അവഗണനകളും കഷ്ടപ്പാടുകളും ബദ്ധപ്പാടുകളും ഇനി എങ്ങോട്ട്, എന്ത്, എങ്ങനെ എന്ന് ആശങ്കകളും ചോദ്യചിഹ്നങ്ങളും ഒക്കെ മുന്നിൽ നേളിച്ച് നിൽക്കുമ്പോൾ, പകച്ചു നിൽക്കുന്ന വിഷയങ്ങളുടെ മുൻപാകെ പതറിപ്പോകാതെ മുന്നോട്ടുള്ള ആ ജീവിതയാത്ര എത്ര സങ്കീർണമായിരുന്നു, എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് ഓരോ വാക്കുകളിലൂടെയും വായിച്ചെടുക്കുവാൻ കഴിയുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇനിയും ജീവിച്ചിരിക്കേണ്ട, മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് മരണം തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ച മാതാവിൻ്റെ ചില മാനസികാവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കാരണം ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് തന്നെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വഴിനയിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിത്രങ്ങളില്ലാത്ത പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാൻ ഉള്ള ആ ഒരു തീരുമാനം, അത് ശരിയായ ഒരു തീരുമാനമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിയും. സമൂഹം, സഭ ഒക്കെ ഒറ്റപ്പെടുത്തിയപ്പോൾ കർത്താവ് കൈവിടാതെ കൂടെയിരുന്നു. ഒടുക്കം കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനവുമായിട്ടുള്ള കൂട്ടായ്മയും ആ ഒരു ബന്ധവും ദൃഢമാകുവാനും ദൈവികമായ വിഷയങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ, വളരുവാനും അവസരങ്ങളുണ്ടായി. തുടർന്നിങ്ങോട്ടുള്ള വിദ്യാഭ്യാസം, അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലകളിലൂടെ പഠനം തുടരുവാൻ, നല്ല നിലയിൽ, മെച്ചപ്പെട്ട നിലയിൽ വളർന്നു വരുവാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിന് വേണ്ടി ഇന്ന് ഒറീസയിൽ പ്രയോജനപ്പെടുവാൻ, അധ്യാപക വൃത്തിയിലായിരിക്കാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് സഹായിക്കട്ടെ. സഹോദരി, കുടുംബം, ജ്യേഷ്ഠൻ, മാതാവ്, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നല്ല ഭാവിയെ ദൈവം പ്രധാനമാകട്ടെ, കർത്താവിന് വേണ്ടി വർദ്ധിച്ചു വരാൻ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അരോമ ടിവിയുടെ ശ്രോതാക്കളും ഈ ജീവിതാനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ യേശു കർത്താവിനെ യഥാർത്ഥമായി അറിയേണ്ടും വണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാം ഒരുപക്ഷെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞാലും വിട്ടുപിരിയാത്ത ഒരു കർത്താവ് നമുക്ക് ഉണ്ട്. അത് നമ്മുടെ സൃഷ്ടിതാവാണ്, നമ്മുടെ ദൈവമാണ്. മരണത്തിനപ്പുറത്തേക്ക് നമ്മോട് കൂടെ ഇരിക്കാമെന്ന് ഉറപ്പ് തന്ന, അല്ലെങ്കിൽ ആ ഒരു വാഗ്ദത്തം നമുക്കുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറുവാനിടയായിത്തീരും. ആകയാൽ പ്രിയ മകൻ സനു തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത് ഏവർക്കും ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളായിരിക്കുന്നിടത്ത് നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം, പ്രാർത്ഥിക്കാം. ദൈവനാമം നമ്മിലൂടെ മഹിമപ്പെടട്ടെ, ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കളെ ദൈവകരങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രിയ സനു ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, തന്ന നല്ല സമയത്തിനായ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യപദവി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ കർത്താവിന്റെ വലിയ ദൈവങ്ങൾക്കായി സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ പ്രകാരം ഒരു പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നൽകിയ വലിയ ഭാഗ്യപദവിക്കായി നന്ദി. പ്രത്യേകമായിട്ട് ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അരോമ ആ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വലിയൊരു സാന്നിധ്യം കർത്താവെ പ്രിയമുള്ള മിനിസ്ട്രിയുടെ കൂടെ ഉണ്ടാകണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നു. അത് അനേക പ്രിയമുള്ള ക്രിസ്തുവിലൂടെ നയിക്കുവാനിടയായി തീരണമേ. അസാധാരണമായ വലിയൊരു ദൈവപ്രവൃത്തി കർത്താവെ കണ്ട് സന്തോഷിക്കുവാൻ പ്രിയമുള്ളവരെ കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവ് മാനിക്കണമേ. ആരെങ്കിലും ഭാരത്തിലൂടെയോ പ്രയാസത്തിലൂടെയോ ഏതെങ്കിലും മേഖലകളിലൂടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അസാധാരണമായ സാന്നിധ്യം അവരുടെ മേൽ വ്യാപരിപ്പാനിടയാകണമേ. ഈ മിനിസ്ട്രി ഇനിയും കർത്താവെ വരുന്ന ദിവസങ്ങളിൽ ശക്തമായിട്ട് കാലഘട്ടത്തിൽ കർത്താവ് അനേകരുടെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ദാസനെയും ദൈവങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബമായി മാനിച്ചാട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു പ്രിയ സനു. ഈ ചേരിയിൽ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി സമയം പങ്കിട്ടതിന് പ്രിയ സനുവിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തന്നത് ദൈവം മാനിച്ചാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിടത്തിൽ അറിയിക്കുന്നു. ഈ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.